ഹാലേലുയ. ശക്തിയോട് പറഞ്ഞേ ഹാലേലുയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മൾ ഉച്ചത്തിൽ പറയുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ശക്തമായ അനുഗ്രഹം നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നു വരും. വളരെ അനുഗ്രഹീതമായ 3 ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രത്യേകമായി കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിത രഥത്തിലേക്ക് ദൈവം പ്രവാചകന്മാരെ അയക്കുമ്പോൾ ആ പ്രവാചക വചനങ്ങളെ നമ്മൾ പ്രത്യേകമായി സ്വീകരിക്കണം. മനുഷ്യന്റെ വാക്കോ വാഗ്വിലാസമോ അല്ല, ദൈവത്തിന്റെ വചനമാണത്. ചേർന്ന് പറഞ്ഞേ ഹാലേലുയ. ഞാൻ നിങ്ങളോട് പറയുന്ന വാക്കുകൾ ആത്മാവും ജീവനുമാണ്. യെശയ്യാ 55:11 എന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വാക്കുപോലും ഫലരഹിതമായി തിരിച്ചു വരികയില്ല. അപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ പിതാവ് സൂചിപ്പിച്ചതുപോലെ നാം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിത രഥം ഇടയ്ക്കൊക്കെ ഒന്ന് നിർത്തുന്നത് നല്ലതാണ്. ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് നമ്മുടെ ജീവിത രഥത്തിനുള്ളിൽ സ്ഥാനം കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ, സ്വർഗത്തിൽ നിന്ന് കിട്ടുന്ന വെളിപ്പെടുത്തലുകൾ നമുക്ക് നൽകപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹാലേലുയ. അതുകൊണ്ട് ഈ 3 ദിവസങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ വചനം കേൾക്കണം. ബൈബിൾ നിങ്ങൾ കൊണ്ടുവരണം. വചനം നിങ്ങൾ വായിക്കാൻ, ധ്യാനിക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. ബൈബിളാണ് നമ്മൾ പറയുന്നത്, കർത്താവിന്റെ വചനമാണ്. അതുകൊണ്ട് ബൈബിൾ കൊണ്ടുവരുന്നതിൽ മടി വിചാരിക്കരുത്. മത്തായി സുവിശേഷം 10-ാം അധ്യായം 33-ാം തിരുവചനം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 33-ാം തിരുവചനം. ബൈബിളുള്ളവരെടുത്ത് വായിച്ചേ. മത്തായി 10:33. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 33-ാം തിരുവചനം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ 32. മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. അപ്പോൾ ദൈവത്തെ ഏറ്റുപറയുന്നതിന് നാം മടി വിചാരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് പലപ്പോഴും ഒരു മടിയാണ് ബൈബിൾ കൊണ്ടുപോകാൻ, ഒരു കുർബാന പുസ്തകം പിടിക്കാൻ, ഒരു പാട്ടുപുസ്തകം എടുത്തൊരു പാട്ട് പാടാൻ, നമ്മളായിരിക്കുന്ന കൂട്ടായ്മയിൽ ഒരു ജപമാല പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ, ഒരു 2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാൻ. ഇതിനൊക്കെ നമുക്ക് വലിയ മടിയാണ്. പക്ഷേ മറ്റെന്തെങ്കിലും കാര്യത്തെ പറ്റി നമ്മളോട് ചോദിച്ചാൽ നമുക്കറിയാത്ത കാര്യങ്ങളാണെങ്കിൽ കൂടി നാം വളരെയധികം വാചാലമാകും. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇനിയുള്ള 2 ദിവസം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു വഴിയാണ് ദൈവത്തിന് കൊടുക്കുന്ന ഒരു വില. ചേർന്ന് പറഞ്ഞേ ഹാലേലുയ. അതുകൊണ്ട് ഈ ദൈവ വചനത്തെ നമ്മൾ ശക്തിയോടെ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകണം. മനുഷ്യരുടെ മുമ്പിൽ നിങ്ങൾ ദൈവത്തെ ഏറ്റുപറഞ്ഞാൽ സ്വർഗത്തിലെ ദൂതന്മാരുടെ മുമ്പിൽ ദൈവവും നമ്മൾ എന്ത് ചെയ്യും? ഏറ്റുപറയും. കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് എറണാകുളത്ത് എടപ്പള്ളി എന്ന് പറയുന്ന വലിയ പള്ളിയിൽ ഒരു വലിയ കൺവെൻഷൻ നടക്കുകയായിരുന്നു. ഡാനിയേൽ അച്ഛന്റെ ധ്യാനം നടക്കുകയാണ്. അപ്പോൾ 5 ദിവസത്തെ കൺവെൻഷനാണ്. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ, അവൻ എഴുതി തന്ന വലിയൊരു ടെസ്റ്റിമണി അവിടെ ഇടിപ്പുണ്ട്, ധ്യാനകേന്ദ്രത്തിനുണ്ട്. 2-3 പേജ് വരുന്ന ഒരു സാക്ഷ്യമാണ്. ആ സാക്ഷി ഇപ്രകാരമാണ്: അവൻ 5 ദിവസത്തെ ധ്യാനമായിരുന്നു. ആദ്യത്തെ 3 ദിവസങ്ങളിലും ഒരു കാഴ്ചക്കാരനെ പോലെയാണ് ഈ ചെറുപ്പക്കാരൻ ഈ ശുശ്രൂഷയ്ക്ക് വന്നത്. ഏകദേശം 6000-ലധികം ആളുകൾ ഈ കൺവെൻഷന്റെ ആദ്യത്തെ ദിവസത്തിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ഒരു കൺവെൻഷൻ ഇങ്ങനെ നടക്കുകയാണ്. അനേക കാര്യങ്ങൾ, ഓരോ പ്രബോധനങ്ങൾ, സഭയുടെ പ്രബോധനങ്ങൾ, ബൈബിളിന്റെ പ്രബോധനങ്ങൾ. അച്ഛൻ ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വചനം, പല പല ശുശ്രൂഷകരായിട്ട് പലവിധമായ ദൈവവചന പ്രബോധനങ്ങൾ നമ്മുടെ കാലഘട്ടത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയണം, അവനവന്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഈ കൺവെൻഷന് വന്നത്. അപ്പൊ അവന് ദേവാലയത്തിനുള്ളിൽ കയറിയിരിക്കാൻ ഒരു മടി തോന്നി. കാരണം ദേവാലയത്തിനകത്തിരുന്നാൽ പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ. ഇടയ്ക്ക് വെച്ച് ഇതിനകത്തൊരു ബ്രേക്ക് വേണമെന്ന് തോന്നിയാൽ പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ എല്ലാ ദിവസവും തുടക്കത്തിന്റെ ആദ്യത്തെ ആ നിമിഷങ്ങൾ മുതൽ തന്നെ ശുശ്രൂഷകരെല്ലാവരും തന്നെ ആളുകളോട് പറയുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും ദൈവവചനമായിട്ട് കടന്നു വരണം. ഒരു 95% ആളുകളും വചനവും പിടിച്ചുകൊണ്ടാണ്, എറണാകുളം ടൗണിൽ ഉള്ള ഈ പള്ളിയിൽ വചനവും പിടിച്ചുകൊണ്ടാണ് അവര് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്നത്. ഡയറിയൊക്കെ പിടിച്ച് പറയുന്ന വചനങ്ങളൊക്കെ എഴുതാൻ. എപ്പോഴാണ് ഒരു ആത്മഹത്യക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ഈ ഡയറിയിൽ എഴുതപ്പെട്ട വചനങ്ങൾ നമുക്ക് രക്ഷയായി മാറുന്നതെന്ന് അറിയാൻ പാടില്ല. ഏത് ജീവിതത്തിന്റെ ഇടവഴികളിൽ വെച്ച് കാലം തുടരുമ്പോഴാണ് ഈ വചനം നമുക്കൊരു ഒരു പിടികിട്ട വള്ളി പോലെ ആയിത്തീരുന്നതെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവർ, ഇത് വലിയൊരു തുരുത്താണ് ദൈവവചനം. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ആദ്യത്തെ 3 ദിവസങ്ങളിലും ഇത് കേൾക്കുന്നുണ്ട്. എന്താണ്? എല്ലാ ദിവസവും ബൈബിൾ കൊണ്ടുവരണം, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ബൈബിൾ കൊണ്ടുവന്നിരുന്നെങ്കിൽ നിങ്ങളുടെ വീട് മുതൽ ഈ ദേവാലയം വരെ ഈശോ നിങ്ങളോടൊപ്പം
പുഞ്ചിരിക്കുമായിരുന്നു, നിങ്ങൾ നടന്നു പോകുന്ന വഴികൾ അനുഗ്രഹിക്കപ്പെടുമായിരുന്നു, നിങ്ങളുടെ വാഹനത്തിൽ ബൈബിൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ വാഹനങ്ങൾ വളരെ വിശുദ്ധീകരിക്കപ്പെടുമായിരുന്നു എന്നൊക്കെയുള്ള പ്രബോധനങ്ങൾ കേൾക്കുമ്പോഴൊക്കെ ഈ ചെറുപ്പക്കാരന് വല്ലാത്തൊരു പുച്ഛം തോന്നുകയാണ്. അപ്പൊ അവന് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ കൂടിയുണ്ട്. ബുദ്ധിമുട്ട് ഇങ്ങനെയാണ്, അവന് ഒരു ബൈക്ക് ആക്സിഡന്റ് ഏകദേശം ഒരു 8 വർഷങ്ങൾക്ക് മുൻപ് ഒരു ബൈക്ക് ആക്സിഡന്റ് പറ്റിയിട്ട് അവന്റെ വലത്തെ കയ്യിൽ ഓപ്പറേഷൻ ചെയ്ത് അവിടെ ഇങ്ങനെ ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇട്ടിരിക്കുകയാണ്. 2-3 നട്ടും സ്ക്രൂ ഒക്കെ ആയിട്ട് ഒരു സ്റ്റീൽ പ്ലേറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന് ഈ കൈ ഈ ഷോൾഡറിന്റെ മുകളിലേക്ക് ഇങ്ങനെ പൊക്കാനായിട്ട് സാധിക്കില്ല. ഷോൾഡറിന്റെ മുകളിലേക്ക് കൈ പൊങ്ങില്ല. അപ്പൊ ഈ സ്ക്രൂ ഒക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അവന് കൈ പൊങ്ങില്ല. അപ്പൊ അവന് വളരെ 8 വർഷമായിട്ട് വേദനയാണ്. ഈ കൈ ഇങ്ങനെ ഏകദേശം അറ്റുപോയതുപോലെയാണ് അവനെ ഹോസ്പിറ്റലിൽ ഒന്ന് കൊണ്ടുപോയിരുന്നത്. അപ്പൊ ഇത് വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുന്ന ഒരു കൈ. അവന് ഈ കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ കൈ ഇങ്ങനെ അധികം ഉയർത്തി ജോലി ചെയ്തിട്ടില്ല. അവരുടെ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും എനിക്ക് ചില സമയത്ത് കൈ നല്ലതുപോലെ വേദനിക്കുമായിരുന്നു. വലിയ ആയാസമുള്ള ജോലികൾ എനിക്ക് ചെയ്യാൻ പാടില്ല, ഭാരമൊന്നും എടുക്കാൻ പാടില്ല. കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ കൈ എന്റെ കൂടെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൈ ഉയർത്തി കരങ്ങളടിക്കാൻ പറയുമ്പോൾ, കൈ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാനൊക്കെ പറയുമ്പോൾ അവന് വലിയ പുച്ഛമാണ് തോന്നിയിരുന്നത്. കാരണം കൈ ഉയർത്താൻ പറ്റാത്തവര് എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കുന്നത്, കൈ ഇല്ലാത്തവരെങ്ങനെ സ്തുതിക്കും? ഇങ്ങനെയുള്ള ചില ചിന്തകൾ, അത് ബുദ്ധിയുടെ മേഖലയാണ്. അപ്പൊ അങ്ങനെയുള്ള ചില ചിന്തകൾ വിജ്ഞാനത്തിന്റെ ആഭാസം എന്ന് പൗലോസ് ശ്ലീഹ ഉദ്ധരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ചില വിജ്ഞാന ആഭാസങ്ങൾ ഇവന്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നു. അപ്പൊ ഇവന് ഇത് വേണ്ട രീതിയിൽ ഇത് ശ്രദ്ധിക്കാൻ പറ്റും. ഇത് ആകെ അരോചകമായി മാറും. പിന്നെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകണ്ടെന്ന് കരുതിയാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, ഈ ഭാര്യയോടൊപ്പം എല്ലാ ദിവസവും ഈ ശുശ്രൂഷയ്ക്ക് വരുന്നത്. അങ്ങനെ 3 ദിവസങ്ങൾ കടന്നുപോയി. 4-ാമത്തെ ദിവസം വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങുമ്പോൾ ഭാര്യ അവന്റെ ഇടത് കൈയിലേക്ക് ഒരു ബൈബിൾ കൊടുത്തു. ഒരു ചെറിയൊരു ബൈബിളാണ്, കുഞ്ഞു ബൈബിൾ, കുഞ്ഞുങ്ങൾ കൊണ്ടുപോകുന്ന കൊച്ചു ബൈബിൾ. പുതിയ നിയമവും സങ്കീർത്തനമുള്ള ഈ കുഞ്ഞു പുസ്തകം എടുത്തു പറഞ്ഞിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് കൈ ഊരിപ്പോന്നെങ്കിൽ അങ്ങ് പോകട്ടെ, അതുകൊണ്ട് ഈ ബൈബിൾ പിടിക്കുക. അപ്പം പറയുന്ന ന്യായം എന്താണ്, കൈക്ക് വേദന ആയതുകൊണ്ടാണ് ബൈബിൾ എടുക്കാത്തതെന്നാണ് പറയുന്ന ഒരു ന്യായീകരണം. അപ്പൊ ഭാര്യ പറഞ്ഞത് ചെറിയ ബൈബിളാണ്, ഇതുകൊണ്ട് കൈ ഊരിപ്പോന്നെങ്കിലും കൈ ഇല്ലാത്തൊരു ഭർത്താവിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അവളോട് ഇനി ഒരു ഉടക്ക് വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇവൻ ഈ ബൈബിളും കൊണ്ട് 4-ാമത്തെ ദിവസം വരുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവിന്റെ വചനം അവനെ വളരെ കാര്യമായിട്ട് ദിവസം സ്പർശിക്കാൻ തുടങ്ങി. ലൂക്കാ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്. 4-ാം അധ്യായം 21-ാം തിരുവചനം. ഈ വചനം പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ അന്നത്തെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. വചനം ഇങ്ങനെയാണ്, കർത്താവ് ഒരു സിനഗോഗിൽ വചനം വായിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അന്ന് സിനഗോഗിലെ ആരാധനയുടെ സമയത്ത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അവന് നൽകപ്പെട്ടു. അവൻ വായിക്കാൻ തുടങ്ങി. എന്താണ്, കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നു, ബന്ധിതർക്ക് മോചനം കൊടുക്കാൻ, അടിച്ചമർത്തവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവൻ പുസ്തകം അടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചു. അതിനുശേഷം അവൻ മറ്റൊരു കാര്യം പറഞ്ഞു. സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. ആരെയാണ് ഉറ്റുനോക്കിയിരുന്നത്? യേശുവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു. അവൻ എന്താണ് ഈ വായിച്ചത്, അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അതിന് തൊട്ടടുത്തൊരു വചനം എങ്ങനെയാണ്, 21-ാമത്തെ വചനം. അവൻ അവരോട് പറയാൻ തുടങ്ങി, നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ തിരുവെഴുത്ത് നിറവേറിയിരിക്കുന്നു. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107-ാം അധ്യായം 20-ാം തിരുവചനം. സങ്കീർത്തനം 107:20. വചനം ഇങ്ങനെയാണ്, കർത്താവ് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് അവിടുന്ന് അവരെ വിടുവിച്ചു. വിനാശത്തിൽ നിന്ന് ദൈവം അവരെ വിടുവിച്ചു. കർത്താവ് തന്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. അപ്പൊ ഈ 2 വചനങ്ങൾ ഇങ്ങനെ കേൾക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ. എന്തൊക്കെയാണ്? ആദ്യത്തെ വചനം എന്താണ്? നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനം നിറവേറിയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവർ, ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ വിത്തായി മുളപൊട്ടി അതൊരു വൃക്ഷമായി മാറുന്നതിന് അനേക നാളത്തെ കാത്തിരിപ്പിന്റെ ആവശ്യമില്ല. അത് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഒരു ദൈവ വചനം നിന്റെ ഉള്ളിലേക്ക് വന്നാൽ അത് ഒരിക്കലും മുളപൊട്ടാതിരിക്കുകയില്ല എന്ന് നീ തിരിച്ചറിയണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ഈ വചനം കേൾക്കണം. എന്താണ്? കർത്താവിന്റെ വചനം. ഇത് കേട്ടിരിക്കെ തന്നെ ഇത് നിറവേറിയിരിക്കുന്നു. അപ്പൊ അവൻ അതങ്ങോട്ട് വിശ്വസിച്ചു.
വിശ്വസിച്ചു. ഈ വചനം നമ്മൾ പലതും കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ പലതും വിശ്വസിക്കുന്നില്ല. സങ്കീർത്തനം 107:20 എന്താണ് വചനം? കർത്താവ് തന്റെ വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തി. നിങ്ങൾ ശ്രദ്ധിക്കണം, കർത്താവ് തന്റെ വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തി. അപ്പോൾ ഈ വചനം രണ്ടും കൂടെ കേട്ടപ്പോൾ ഇവന്റെ മനസ്സിൽ വളരെ ശക്തമായ ഒരു ദൈവിക പ്രചോദനം വന്നു. തൊട്ടടുത്ത സമയത്ത് തന്നെ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ആളുകളോട് എഴുന്നേക്കാൻ പറഞ്ഞവരൊക്കെ ഇങ്ങനെ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 109 അധ്യായം 2 മുതലുള്ള തിരുവചനം. സങ്കീർത്തനം 150:2 ഒന്ന് വായിക്കാമോ? വായിച്ചോ. ഞാൻ വായിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ വായിക്കണം. നമ്മുടെ അന്തരീക്ഷം വിശുദ്ധീകരിക്കപ്പെടും, നമ്മുടെ നാവ് വിശുദ്ധീകരിക്കപ്പെടും, ഇത് കേൾക്കുന്ന ആളുകൾ വിശുദ്ധീകരിക്കപ്പെടും. സങ്കീർത്തനം 150:2 ശക്തമായ പ്രവൃത്തികളെ പ്രതി അവിടുത്തെ സ്തുതിക്കുവിൻ, അവിടുത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ. മലയാളത്തിൽ അങ്ങനെ ഒരു വാക്ക് വളരെ റയറായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവിടുത്തെ മഹിമാതിശയത്തിന് ചേർന്ന വിധം അവിടുത്തെ സ്തുതിക്കുവിൻ. അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ ബൈബിളിൽ പറഞ്ഞിരിക്കുകയാണ് അവിടുത്തെ മഹിമ. കാരണം അത് പറഞ്ഞു വെക്കാനായിട്ടൊരു വാക്കില്ല. അപ്പൊ കർത്താവ് പറയുകയാണ്, കർത്താവിന്റെ മഹിമാതിശയത്തിന് ചേർന്ന വിധം നിങ്ങൾ എന്ത് ചെയ്യണം? അവിടുത്തെ സ്തുതിക്കുവിൻ. കാഹളനാദത്തോടെ അവിടുത്തെ സ്തുതിക്കുവിൻ. വീണയും കിന്നരവും മീട്ടി അവിടുത്തെ സ്തുതിക്കുവിൻ. തപ്പുകൊട്ടിയും നൃത്തമാടിയും അവിടുത്തെ സ്തുതിക്കുവിൻ. തന്ത്രികളും കുഴലുകളും കൊണ്ട് അവിടുത്തെ സ്തുതിക്കും. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ അവൻ എഴുന്നേറ്റ് നിന്നു. അവൻ ബൈബിള് മേശപ്പുറത്ത് ഈ കസേരയിലേക്ക് വെച്ചിട്ട് അവൻ എഴുന്നേറ്റ് നിന്നു. 8 വർഷമായിട്ട് പൊങ്ങാതിരുന്ന ഒരു കൈ ഇപ്പോൾ ഈ വചനം വെച്ച് ദൈവത്തെ ഇങ്ങനെ സ്തുതിക്കുന്ന ഒരു അവസരം വരികയാണ്. അപ്പൊ അവനങ്ങനെ ചിന്തിക്കാണ്, കഴിഞ്ഞ 8 വർഷമായിട്ട് ഈ കൈ ഷോൾഡറിന് മുകളിലേക്ക് ഉയർന്നിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള ശുശ്രൂഷകളെ കാണുമ്പോൾ അവന് സത്യത്തിൽ പുച്ഛമാണ് തോന്നുന്നത്. കരിസ്മാറ്റിക് ശുശ്രൂഷകളോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പൊ ഇതൊക്കെ വലിയ ബഹളമാണ്, ഇതൊക്കെ ഒരു ആഭാസത്തരമാണെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഈ ചെറുപ്പക്കാരൻ. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു പ്രചോദനം ഇവന്റെ ഉള്ളിലേക്ക് വന്നു. അവൻ എന്ത് ചെയ്യുന്നു അറിയാമോ? ഇവനെ ഈ സ്തുതിക്കുന്ന സമയത്ത്, കൈകൊട്ടി പാടുന്ന സമയത്ത് അവൻ പതിയെ ഈ കൈ ഇങ്ങനെ ഉയർത്താനായിട്ട് ആഗ്രഹിച്ചു. പ്രിയമുള്ളവരെ പറയുകയാണ്, അവൻ ആ പാട്ടിന്റെ സമയം മുതൽ 4-ാമത്തെ ദിവസവും പിറ്റേന്ന് 5-ാമത്തെ ദിവസവും മുഴുവൻ ശുശ്രൂഷയുടെ സമയങ്ങളിലും അവൻ ഈ കൈ ഇങ്ങനെ ഉയർത്തി. 4-ാമത്തെ ദിവസം ഈ ആരാധന നടക്കുന്ന സമയത്ത് കൈ ഉയർത്തി ഇവനിങ്ങനെ പ്രാർത്ഥിക്കണം. അവൻ പറയണ വെച്ചാ, ഇങ്ങനെ കൈ പൊക്കുന്ന സമയത്ത് എന്തോ ഒരു വലിയ ഒരു വെള്ളം എന്റെ ഒരു ബക്കറ്റിൽ ആരോ ഇങ്ങനെ ഒരു വെള്ളം കോരി ഒഴിക്കുന്നത് പോലെ ഒരു അനുഭവം എനിക്കുണ്ടായി. എന്റെ കൈ അങ്ങോട്ട് സ്വതന്ത്രമായി പിന്നീട് ഒരിക്കലും എനിക്ക് ആ വേദന വന്നിട്ടില്ല. അവന് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ടെസ്റ്റ് മണി എഴുതി അയച്ചത്. ഇടപ്പള്ളിയിലെ ധ്യാനം നടന്ന 2-3 ആഴ്ചകൾക്ക് മുൻപാണ്. പ്രിയമുള്ളവരെ, ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, ദൈവത്തെ സ്തുതിച്ചതിന് ശേഷം, ദൈവവചനം കേട്ടതിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിന് നേരെ, നമ്മുടെ സഭയ്ക്ക് നേരെ, നമ്മുടെ ഇടവക സമൂഹത്തിന് നേരെ, വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പൈശാചിക ആധിപത്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് നമ്മൾ വചനത്തെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് പിതാവ് പറഞ്ഞത്, നമ്മൾ ജനിച്ചിരിക്കുന്നത് നശിച്ചു പോകുന്ന ഒരു ബീജത്തിൽ നിന്നല്ല, അനശ്വരമായ ദൈവവചനത്തിൽ നിന്നാണ്. ദൈവവചനത്തിൽ നിന്ന് നമ്മൾ ജനിക്കുവാനായിട്ട് നമ്മൾ ശക്തമായിട്ട് നമ്മൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാനായിട്ട് പോവുകയാണ്. അവിടെ നിങ്ങൾ കരങ്ങൾ ഉയർത്തി ഒന്നത്ര ഉച്ചത്തിൽ നമ്മൾ ദൈവത്തെ വിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കണം. ഒരിക്കൽ കൂടി നമുക്കൊന്ന് എഴുന്നേൽക്കാം. നമ്മൾ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാനായിട്ട് പോവുകയാണ്. അപ്പൊ നമുക്ക് ഏതെങ്കിലും രീതിയിൽ വചനം കേൾക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന എന്തെങ്കിലും നാരകീയ ശക്തികളോ, വചനം കേൾക്കുന്നതിന് അസ്വസ്ഥപ്പെടുന്ന എന്തെങ്കിലും മനസ്സിന്റെ ഭാരങ്ങളോ ഉണ്ടെങ്കിൽ അതിനെല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ വലിയ കരുണ ഈ കൂട്ടായ്മയിൽ കടന്നു വരാൻ. വെളിപാട് 12:12 കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും പിശാചിന്റെ മേൽ ആധിപത്യം നേടുക. കുഞ്ഞാടിന്റെ രക്തം, പരിശുദ്ധ കുർബാന, സാക്ഷ്യത്തിന്റെ വചനം, വചന വ്യാഖ്യാനങ്ങൾ, അതിലൂടെ നീ ദൈവത്തിന്റെ നല്ല നേരങ്ങളിലേക്ക് കടന്നു ചെല്ലുക. കരങ്ങൾ ഉയർത്തി നല്ലതുപോലെ എല്ലാവരും, ആരും ആരെയും ശ്രദ്ധിക്കരുത്. നീയും നിന്റെ ദൈവവും മാത്രം. പലരുടെയും മനസ്സിൽ ശ്രദ്ധ കിട്ടാത്ത അനുഭവം ഉണ്ടെങ്കിൽ അതിനെയും ദൈവത്തിന് സമർപ്പിക്കുക. കർത്താവേ, എനിക്ക് ഇന്നത്തെ ദിവസം നിനക്ക് തരാനുള്ളത് എന്റെ ശ്രദ്ധയില്ലായ്മയാണ്, എങ്കിലും എന്റെ ആഗ്രഹത്തെ നിന്റെ മുമ്പിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ശക്തമായിട്ട് സ്തുതിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ദേശം അനുഗ്രഹിക്കപ്പെടണം. ഈ ദേശം, എനിക്ക് ശുശ്രൂഷ വഴിയായിട്ട് ഈ ദേശം അനുഗ്രഹിക്കപ്പെടണം. സകല നാരകീയ ബന്ധനങ്ങളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറണം. നമ്മുടെ കുടുംബങ്ങൾ കൂടുതൽ പ്രകാശമുള്ള കുടുംബങ്ങളായി
വർഷമായി മാറണം. ഈ വർഷം നമുക്ക് അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുസരണക്കേടിലേക്ക് പോകരുത്. എഫേസസ് 2:2 അനുസരണക്കേടിന്റെ അതീശ ശക്തികളെ തകർത്തെറിയുവിൻ. കൊളോസസ് 2:15 കർത്താവിന്റെ തിരുരക്തം കൊണ്ട് സകല പൈശാചിക ആധിപത്യങ്ങളെയും കുരിശിൻ ചുവട്ടിൽ തള്ളിക്കളയുന്ന നസ്രായനായ യേശുവിലാണ് നാം വിശ്വസിക്കുന്നത്. യോഹന്നാൻ 14:14 അവന്റെ നാമത്തിൽ എന്തു ചോദിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. ലൂക്ക 10:19 ഇതാ ശത്രുവിന്റെ സകല നാരകീയ ശക്തികൾക്ക് മേൽ ചവിട്ടി നടക്കാൻ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1:13 നമ്മൾ വായിക്കുന്നു, കർത്താവിന്റെ കരുണ നമ്മുടെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ഉച്ചത്തിൽ സ്തുതിക്കട്ടെ, ഉച്ചത്തിൽ സ്തുതിക്കുന്നു. അതരങ്ങൾ തുറന്നു സ്തുതിക്കുന്നു. സ്വരം നൽകിയ ദൈവമാണ്. കരങ്ങൾ ഉയർത്താൻ ആയുസ് അവശേഷിപ്പിച്ചൊരു ദൈവം. ഈ ദിവസം ദൈവം നൽകിയ പ്രിയമുള്ളവരെ, ദൈവവചനം ധ്യാനിക്കുവാനായിട്ടാണ് നമ്മൾ ആയിരിക്കുന്നത്. കർത്താവിന്റെ വചനത്തെ നമ്മൾ കേട്ടിരിക്കുമ്പോൾ തന്നെ നിറവേറുന്നതാണ് ദൈവത്തിന്റെ വചനം. നമ്മൾ കണ്ട 1-2 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, നമ്മൾ ദൈവത്തെ ഏറ്റുപറയാനായിട്ട് മടി വിചാരിക്കരുത്. 2, ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ അത് പൂർത്തീകരിക്കപ്പെടും. ദൈവവചനം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? രോഗസൗഖ്യം കിട്ടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 10 മുതലുള്ള തിരുവചനം ശ്രദ്ധയോടെ കേൾക്കണം. വെളിപാടിന്റെ പുസ്തകം 12-ാം അധ്യായം 10 മുതലുള്ള തിരുവചനം. സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരങ്ങളെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അപ്പൊ എന്താണ് വചനം? വളരെ ശ്രദ്ധയോടെ കേൾക്കണം. വെളിപാടിന്റെ പുസ്തകമാണ്. നമ്മൾ വായിക്കുമ്പോൾ ആദ്യത്തെ ഒരു വട്ടം വായിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് അങ്ങോട്ട് ഗ്രഹിക്കാൻ സാധ്യമല്ല. വളരെ നമ്മുടെ ജീവിതത്തിന് വളരെ ആവശ്യമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്താണ്? സ്വർഗത്തിൽ ഒരു വലിയ സ്വരം. എന്താണ് ആ സ്വരം? സ്വർഗത്തിൽ നിന്ന് വലിയൊരു സ്വരം നമ്മളോട് വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. ഇതാ ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും എന്ത് ചെയ്തിരിക്കുന്നു? ആഗതമായിരിക്കുന്നു. അവരുള്ളവരെ സ്വർഗത്തിൽ ഇങ്ങനെ യോഹന്നാന് കിട്ടുന്നൊരു വെളിപാടാണിത്. അദ്ദേഹം പാത്മോസ് ദ്വീപിൽ ഒരു ഞായറാഴ്ച ദിവസം, ഒരു കർത്താവിന്റെ ദിവസം, ആത്മാവിൽ ലയിച്ചിരിക്കുന്ന ഒരു ദിവസത്തിൽ യോഹന്നാന് കിട്ടുന്നൊരു വെളിപാടാണിത്. അപ്പോൾ പരിശുദ്ധമായ ഒരു ദിവസത്തിൽ യോഹന്നാന് ഒരു വെളിപാട് ലഭിക്കുകയാണ്. എന്താണ് ആ വെളിപാട്? സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം കേൾക്കുന്നു. എന്താണ് ആ സ്വരം? ഇതാ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും, പറഞ്ഞോ, ശക്തിയും രാജ്യവും. എന്തൊക്കെയാണ്? ഇതാ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും ആഗതമായിരിക്കുന്നു. അപ്പോൾ ഒരു ദൈവവചനം യോഹന്നാൻ കേൾക്കുകയാണ്. ഇതാ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തന്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്? എന്തെന്നാൽ നമ്മുടെ സഹോദരങ്ങളെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അതായത് സഹോദരങ്ങളെ പരസ്പരം മത്സരിപ്പിക്കുക, ദൈവത്തെ അവഹേളിക്കുക, ദൈവത്തെ പരിഹസിക്കുക, ദൈവവചനം കേൾക്കുമ്പോൾ പുച്ഛിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ചില പൈശാചിക സ്വാധീനങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. പറയുകയാണ് ഒരു ദൈവ ശുശ്രൂഷയുടെ പ്രയോജനം ഇതാണ്. അപ്പോൾ സഹോദരങ്ങളെ ദുഷിക്കുകയും രാപകൽ ദൈവത്തെ പഴിപറയുകയും ചെയ്തിരുന്നവൻ എന്ത് ചെയ്തു? വലിച്ചെറിയപ്പെട്ടു. അടുത്ത വചനം വളരെ പ്രധാനപ്പെട്ടതാണ്. വെളിപാട് 12:11 അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. ആരുടെ മേൽ? പിശാചിന്റെ മേൽ. അതായത് സഹോദരങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കുക, ദൈവശക്തിയെ പരിഹസിക്കുക, അതൊരു വലിയൊരു പൈശാചിക ആധിപത്യമാണ്. അപ്പോൾ അതിനെ, അതായത് നമ്മൾ തന്നെ ചില ആളുകളൊന്നും, നിങ്ങൾ തന്നെ അച്ഛന്മാരോട് പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ ജവമാലയൊക്കെ പിടിച്ചിരിക്കുന്നു, അങ്ങനെ ഇരിക്കുമ്പോ തന്നെ ഇരുന്ന ഇരിപ്പിൽ വീണു പോകുന്നു. നമ്മൾ ബൈബിളൊക്കെ വായിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു, പക്ഷെ ഇരിക്കുന്ന ഇരിപ്പിൽ തന്നെ നമ്മൾ ഉറങ്ങിപ്പോകും. നമ്മുടെ വീട്ടിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു സമയമൊക്കെ ക്രമീകരിക്കുന്നു, മെഴുകുതിരിയൊക്കെ വാങ്ങിക്കുന്നു, ഒക്കെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കുന്നു, പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. വീട്ടിലോട് ചെന്ന് കയറുമ്പോൾ തന്നെ പരസ്പരം പോരടിക്കാനുള്ള ഒരു പരസ്പരം വഴക്ക്, അയൽബന്ധങ്ങളിലുള്ള വിള്ളലുകൾ. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ തന്നെ നല്ല ആഹാരമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്, പക്ഷെ അത് സന്തോഷത്തോടെ കഴിക്കാൻ പറ്റാത്ത അവസ്ഥ. വീട്ടിലുള്ളവരെ എല്ലാവരും തമ്മിൽ സ്നേഹമൊക്കെയാണ്, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഭയങ്കര യുദ്ധമാണ്. ആർക്കും ആരെയും അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഭാര്യയ്ക്ക് ഭർത്താവിനെയോ ഭർത്താവിന് ഭാര്യയോ സ്നേഹിക്കാൻ പറ്റും. അങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥത. അപ്പൊ അത് വലിയൊരു പൈശാചിക ശക്തിയാണ്. കർത്താവ് പറയാണ്, നിങ്ങൾ രക്ഷപ്പെടണോ? നിങ്ങൾക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ?
നമ്മുടെ കുടുംബങ്ങൾ ഉയരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? നിങ്ങളിങ്ങനെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ എന്തുമാത്രം പ്രതികരിക്കുന്നുള്ളതനുസരിച്ചാണ് പറയാൻ പറ്റുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കരുത് കേട്ടോ. ഈ സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? നെടുമൺകാവ് അല്ലേ? ആണോ? ഇവിടെ ആണോ? അങ്ങാണോ? ഈ സ്ഥലത്തിന്റെ പേരാണോ? പ്രിയപ്പെട്ട നെടുമൺകാവുകാരെ, നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അലക്ഷ്യമായിട്ടിരിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം. അതായത് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ കുടുംബം ഉയരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ വഴക്കുകൾ വിട്ടുമാറാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? സഹോദരങ്ങൾ ഒരുമിച്ച് പോകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പുതിയൊരു ചൈതന്യം, പുതിയൊരു പ്രകാശം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി. പ്രിയമുള്ളവർ, നമ്മൾ ഈ രാത്രി ചിന്തിക്കുന്നത് ഈ സാക്ഷ്യത്തിന്റെ വചനത്തെ പറ്റിയാണ്. കുഞ്ഞാടിന്റെ രക്തം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധ കുർബാനയാണ്. സാക്ഷ്യത്തിന്റെ വചനം എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ പുസ്തകം. ഈ പുസ്തകം കൊണ്ട് നമ്മൾ പിശാചിന്റെ മേൽ വിജയം നേടാൻ തയ്യാറാകണം. അടുത്ത വചനം, അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവിൻ, എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട് പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ചേച്ചി ഉണന്നോണം. ആരാണ് അടുത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്? പിശാച് ഇറങ്ങിയിട്ടുണ്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അരിശം പൂണ്ട് പിശാച് ഇറങ്ങി വന്നിരിക്കുകയാണ്. അതായത് എല്ലായിടത്തും കൺവെൻഷനാണ്. കുറച്ച് ആളുകൾക്ക് മുമ്പ് കോന്നി കൺവെൻഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അതിനു മുമ്പ് തണ്ണിത്തോട് കൺവെൻഷൻ കഴിഞ്ഞതേ ഉള്ളൂ. അത് കഴിഞ്ഞു അങ്ങനെ എന്തോരം കൺവെൻഷനുകളാണ് ഓരോ സ്ഥലത്ത് നടക്കുന്നത്. അതുകൊണ്ട് പിശാച് എന്ത് ചെയ്തിട്ടുണ്ട്? അരിശം പൂണ്ട് ഇറങ്ങിയിരിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും പിന്നെന്തുകൊണ്ടാണ്? സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും പിശാചിന്റെ മേൽ ആധിപത്യം നേടാനായിട്ട് നമുക്ക് സാധിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, ഈ പിശാച് നമ്മളെ നിരന്തരം ഇങ്ങനെ ആക്രമിക്കാനായിട്ട് പതിയിരിക്കുക. അപ്പൊ അവിടെ നമുക്ക് രണ്ട് വഴികളേ ഉള്ളൂ. അതിന് നമുക്ക് പാരസെറ്റാമോൾ ഗുളിക കഴിച്ചാൽ ഇത് മാറില്ല. ഏതെങ്കിലും ഒറ്റമൂലി വൈദ്യന്റെ അടുത്ത് പോയാൽ നമുക്ക് ഇതിനുള്ള പരിഹാരം കിട്ടില്ല. ആകെ ഒറ്റമൂലിയേ ഉള്ളൂ. അതെന്താണ്? കുഞ്ഞാടിന്റെ രക്തവും സാക്ഷ്യത്തിന്റെ വചനവും. എന്താണ്? ഉറക്കെ പറ. കുഞ്ഞാടിന്റെ രക്തവും സാക്ഷ്യത്തിന്റെ വചനം. അപ്പോൾ കുഞ്ഞാടിന്റെ രക്തം എന്താണ്? പരിശുദ്ധ കുർബാന. അത് മറ്റൊരു വിഷയമാണ്, പരിശുദ്ധ കുർബാന. രണ്ടാമത്തെ കാര്യമാണ് നമ്മൾ എടുക്കുന്നത്. എന്താണ്? സാക്ഷ്യത്തിന്റെ വചനം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ എന്താണ് ഈ സാക്ഷ്യത്തിന്റെ വചനം? എന്താണ് സാക്ഷ്യത്തിന്റെ വചനം? അതായത് ബൈബിൾ മുഴുവൻ നമ്മൾ നോക്കിയാൽ, ഈ ബൈബിളിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഇതിലുള്ള വചനങ്ങളെ മുഴുവൻ ചേർത്താൽ നമുക്ക് ഇതിനെ ലോഗോസ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? ലോഗോസ്. നിങ്ങൾ ലോഗോസ് ക്വിസ് എന്ന് കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ടോ? അപ്പോൾ എഴുതപ്പെട്ട വചനമാണെന്ത്? ലോഗോസ്. എന്താണ് ലോഗോസ്? അതായത് ഉൽപ്പത്തി 1 മുതൽ വെളിപാട് 22 അധ്യായം വരെ ഉള്ളത് എന്താണ്? ലോഗോസ് ആണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം എന്താണ്? ലോഗോസ് ആണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനമാണ് ലോഗോസ്. ഇനി ഞാൻ ഈ പുസ്തകം തുറക്കുന്നു. ഈ പുസ്തകം തുറക്കുമ്പോൾ ഈ പുസ്തകത്തിൽ നിന്ന് എന്റെ ജീവിതത്തോട് ചേർന്ന ഒരു വചനം എനിക്ക് കിട്ടുന്നു. ആ വചനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സാക്ഷ്യത്തിന്റെ വചനം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് ബൈബിൾ മുഴുവൻ ഉൽപ്പത്തി 1 മുതൽ 22 വെളിപാട് 22 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ മുഴുവൻ കാണുന്ന എന്താണ്? ലോഗോസ്. ആ വചനം മുഴുവൻ ലോഗോസ്. ഏകദേശം 35,575 വചനങ്ങളുള്ള ഈ വേദപുസ്തകം ഇത് ലോഗോസ്. ഇതിൽ നിന്ന് ഞാൻ എന്റെ ജീവിതത്തിന് വേണ്ടി ദൈവം എന്നോട് സംസാരിക്കുന്ന ഒരു വചനം, അതെന്താണ്? അതാണ് സാക്ഷ്യത്തിന്റെ വചനം. അതിനെ നമ്മൾ പറയുന്നത് റേമ എന്നാണ്. എന്താണ്? റീമയല്ല, റേമ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. റേമ എന്ന എനിക്കറിയാവുന്നൊരു കുടുംബം, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ കുഞ്ഞുങ്ങൾ ഉണ്ടായ സമയത്ത് അത് ടിൻസ് ആയിരുന്നു, ഇരട്ട കുഞ്ഞുങ്ങളായിരുന്നു. പക്ഷെ കുഞ്ഞുങ്ങളെ ലഭിച്ചില്ല. കാരണം അത് 8-ാം മാസത്തിൽ ആ കുഞ്ഞുങ്ങൾ ഡെഡായി പോയി. അത് അസ്വസ്ഥകരമായിട്ട് പോയി. പിന്നീട് ഈ ഡോക്ടർമാർ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് ഒരിക്കലും എന്തുണ്ടാവില്ല, കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. മെഡിക്കൽ സയൻസ് പറയുകയാണ്, നിങ്ങൾക്ക് ഇനി മക്കൾ ഉണ്ടാകില്ല, നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ചെറിയ പ്രായമാണ്, അതുകൊണ്ട് നിങ്ങൾ മക്കളെ ദത്തെടുക്കുന്നെങ്കിൽ എത്രയും പെട്ടെന്ന് ദത്തെടുക്കുക. അപ്പൊ അവര് ഈ വചനമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ അവരവരുടെ ജീവിതത്തിൽ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ദൈവം അവർക്ക് നമുക്ക് അറിയാവുന്ന ഒരു വചനം വെളിപ്പെടുത്തി കൊടുത്തു. വചനം എങ്ങനെയാണ്? സങ്കീർത്തനം 127:3. എന്താണ് വചനം?
കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. എന്താണ് വചനം? കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. മക്കളുള്ളവരും മക്കളെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരും കാണാതെ പഠിച്ചോണം. ദൈവത്തിന്റെ ദാനമാണ് മക്കൾ. മെഡിക്കൽ സയൻസിന്റെ സംഭാവനയല്ല കുഞ്ഞുങ്ങൾ. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ ആഗ്രഹം പോലുമല്ല കുഞ്ഞുങ്ങൾ, മറിച്ച് ഇതെന്താണ്? ദൈവത്തിന്റെ ദാനമാണ്. മനുഷ്യന്റെ അധ്വാനമോ പ്രയത്നമോ അല്ല, ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ ദയാണ്. അപ്പോൾ അവർ ഈ വചനത്തിൽ വിശ്വസിച്ച് അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവരെന്തെന്നറിയാമോ? അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് ഈ വചനം ഏകദേശം 1000-ലധികം തവണ ഒരു പേപ്പറിൽ എഴുതാൻ തുടങ്ങി. അതിനൊരു പ്രത്യേക ശക്തി ഉണ്ട് കേട്ടോ. അങ്ങനെ തിരുവനന്തപുരത്ത് ഒരുപാട് പേരുണ്ട് ഈ വചനം ഇങ്ങനെ എഴുതുന്നവർ. അതായത് ഒരു സുവിശേഷം എടുക്കുക, ആ സുവിശേഷം കുടുംബമായിട്ട് ഇരുന്നിങ്ങനെ എഴുതുക. നിങ്ങൾ ഫിയാത്ത് മിഷൻ എന്ന് പറയുന്നൊരു മിഷനെ പറ്റി കണ്ടിട്ടുണ്ടോ? ഫിയാത്ത് മിഷൻ എന്ന് പറയും. കേരളത്തിലും ഇന്ത്യയിലും വളരെ ശക്തമായ ഒരു മിഷനാണ് ഫിയാത്ത് മിഷൻ. അതായത് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ അവരുടെ പ്രാദേശിക ഭാഷകളിൽ ബൈബിൾ വിവർത്തനം ചെയ്ത് അച്ചടിച്ചു കൊടുക്കുന്ന അതാണ്. പല പല ഭാഷകളുണ്ട് ആദിവാസികളുടെ ഇടയിലുള്ള ഭാഷകൾ. അപ്പൊ അവർക്ക് അത് പോയി പഠിച്ച് അവരുടെ ഭാഷയിൽ ബൈബിൾ എഴുതി കൊടുക്കുന്ന ഒരു മിഷനാണ് ഫിയാത്ത് മിഷൻ. അപ്പോൾ ഈ മിഷൻ അവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് അവർ പറയുന്നതാണ് ബൈബിൾ എഴുതുക. കുന്നന്താനത്ത് കഴിഞ്ഞ ആഴ്ച ഞാനൊരു വാർഷിക ധ്യാനത്തിന് പോയപ്പോ അവിടെ ഒരു സിസ്റ്ററിനെ പരിചയപ്പെടുത്തു. ആ സിസ്റ്റർ എന്ത് ചെയ്യുന്നറിയാമോ? അവര് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഈ സിസ്റ്റർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സിസ്റ്റർ ഇപ്പോൾ ഹെബ്രായ ലേഖനം എത്തി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചോദിക്കുകയാണ് 125 രൂപ കൊടുത്താൽ ഈ കിട്ടില്ലേ? പിന്നെ എന്തിനാ ഇത് വായിക്കുന്നത് ചോദിച്ചാൽ അത് ഒരു ശുശ്രൂഷയാണ്. അപ്പൊ സിസ്റ്റർ പറയാണ് എന്റെ കൈപ്പടയിൽ എഴുതിയ ബൈബിളാണ് ഞാനിനി ഉപയോഗിക്കാൻ പോകുന്നത്. അല്ലെ, വല്ലവരും പ്രിന്റ് ചെയ്ത് തന്നതല്ല, നമ്മുടെ കൈപ്പടയിൽ എഴുതി. അപ്പൊ സിസ്റ്റർ പറയുകയാണ് ഇതിലൂടെ ഒത്തിരി കൃപകൾ കിട്ടി. അതായത് ഈ എഴുതിക്കൊണ്ടിരിക്കുന്ന ഈ പർട്ടിക്കുലർ സിസ്റ്റർ, ആ സിസ്റ്റർ പറയുകയാണ് ഞാനിത് എഴുതാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് വലിയ അനുഭവങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അതായത് വലിയ ദർശനങ്ങൾ അവ സിസ്റ്ററിന് കിട്ടാൻ തുടങ്ങി. വിശുദ്ധ കുർബാന കാണുമ്പോൾ സിസ്റ്റർ പറയാണ് എന്റെ നാവിൽ ഈ പരിശുദ്ധ കുർബാന തിരുരക്തത്തിന്റെ ചുവ, അതായത് രക്തത്തിന്റെ ചുവ കിട്ടാൻ തുടങ്ങി. പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമ്മൾ അപ്പവും മീനും അല്ലേ സ്വീകരിക്കുന്നത്, അതിന്റെ ടേസ്റ്റാണ്. വിശുദ്ധ കുർബാനയാണ് കർത്താവിന്റെ ശരീരമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ സിസ്റ്റർ പറയുകയാണ് നാവിൽ ഇങ്ങനെ രക്തത്തിന്റെ ചുവ കിട്ടാൻ തുടങ്ങി. അപ്പൊ എഴുതിയപ്പോ പറയാം. എന്നിട്ട് ഈ സിസ്റ്റർ ആ കോൺവെന്റിൽ ആരെങ്കിലും രോഗികളായിട്ട് കിടക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ രോഗസൗഖ്യങ്ങൾ നടക്കാൻ തുടങ്ങി. അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വലിയ വെളിപ്പെടുത്തലുകൾ കിട്ടാൻ തുടങ്ങി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അനേകം ആളുകൾ ധ്യാന കേന്ദ്രത്തിൽ പലരും അങ്ങനെ എഴുതുന്നുണ്ട്. ഓരോ സുവിശേഷങ്ങൾ, അതായത് സങ്കീർത്തനം എഴുതുക, സുവിശേഷങ്ങൾ, മത്തായി സുവിശേഷം എഴുതുക. കുടുംബാംഗങ്ങൾ എല്ലാവരും എഴുതുന്നുണ്ട്. അതായത് അപ്പൻ ആദ്യത്തെ 5 അധ്യായം എഴുതുന്നു, മക്കള് ആദ്യത്തെ 20 അധ്യായം എഴുതുന്നു. അങ്ങനെ എഴുതി അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ശുശ്രൂഷയാണ്. അടുത്ത നെടുമൺകാവ് കൺവെൻഷന് മുമ്പ് ഏതെങ്കിലും ഒരു പുസ്തകം എഴുതിയാൽ ഈ ഭൂമിയിൽ നിന്ന് നാം സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അത് നമുക്ക് വലിയ സാക്ഷ്യത്തിന്റെ വചനമായിരിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, സാക്ഷ്യത്തിന്. അപ്പൊ ഈ ദമ്പതികൾ, ഞാൻ അവരെ പറ്റിയാണ് പറഞ്ഞത്, മക്കൾ ഉണ്ടാകില്ല എന്ന് സ്കാനിംഗ് റിപ്പോർട്ട് കിട്ടിയവർ, ഇനി ഒരു കുഞ്ഞിനു വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് കിട്ടിയവർ, ദത്തെടുത്തോളാൻ പറഞ്ഞാണ്. നിങ്ങൾക്ക് ചെറിയ പ്രായമായിട്ടുള്ള, അതുകൊണ്ട് കൊച്ചു കുഞ്ഞുങ്ങളെ ദത്ത് കിട്ടും, അതുകൊണ്ട് ദത്തെടുത്തോ. നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ അത്രയ്ക്ക് ആഗ്രഹമാണ്. പക്ഷെ അവരെന്ത് ചെയ്തെന്ന് അറിയാമോ? അവരൊരൊറ്റ വചനം അങ്ങോട്ട് എടുത്തു. അവർ രണ്ടുപേരും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അവർക്ക് ഈ വചനം കിട്ടി. അത് കിട്ടാൻ വേണ്ടി വായിച്ചതല്ല, വായിച്ചപ്പോൾ കിട്ടിയതാണ്. സാക്ഷ്യത്തിന്റെ വചനമായിട്ട് അതിനെ അങ്ങോട്ട് സ്വീകരിച്ചു. അത് സ്വീകരിച്ചിട്ട് ഇവരെന്ത് ചെയ്തെന്ന് അറിയാമോ? ഈ വചനം ഇങ്ങനെ എഴുതാൻ തുടങ്ങി. രണ്ടുപേരും ജോലിക്ക് പോകുന്നവരാണ്. അവരാ പോകുന്ന വഴിയിൽ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ കർത്താവിന്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അപ്പൊ ഈ പെൺകുട്ടി അവളുടെ ഉദരത്തിലേക്ക് കൈവച്ച് ഇങ്ങനെ പറയാൻ തുടങ്ങി, കർത്താവേ ഈ ദാനം എനിക്ക് തരണമേ, ഈ സമ്മാനം എനിക്ക് തരണമേ, ഈ സമ്മാനം എനിക്ക് തരണമേ. ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, കർത്താവേ ഈ സമ്മാനം ഞങ്ങൾക്ക് തരണമേ, അങ്ങയുടെ ദാനമാണല്ലോ മക്കൾ. മെഡിക്കൽ സയൻസ് അല്ല, ശാസ്ത്രം തോൽക്കുന്നിടത്ത് ദൈവം വിജയിക്കും. മനുഷ്യന്റെ ബുദ്ധി പരാജയപ്പെടുന്നിടത്ത് ദൈവം എഴുന്നേറ്റ് വരും. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും. മനുഷ്യൻ നിർത്തുന്നിടത്ത് ദൈവം തുടങ്ങും. അപ്പോ അവർ നിരന്തരമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവർ താമസിക്കുന്ന മുറിയിലും അടുക്കളയിലും എല്ലായിടത്തും ഈ വചനം അങ്ങോട്ട് എഴുതി അങ്ങോട്ട് ഒട്ടിച്ചു. അതങ്ങോട്ട് ഉരുവിടാൻ തുടങ്ങി. അപ്പൊ അവർ പറയാണ്, എത്രയൊക്കെ തവണ ഈ വചനം ഉരുവിട്ടിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. യോഹന്നാൻ 1:1 എന്താണ്? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമാണ്. അതായത് നമ്മളൊരു വചനം വെച്ച് അങ്ങോട്ട് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ആരിറങ്ങി വരികയാണ്? ദൈവം ഇറങ്ങി വരികയാണ് പ്രിയമുള്ളവർ. അതുകൊണ്ടാണ് നമ്മൾ വചനത്തെ സ്പർശിക്കണമെന്ന് പറയുന്നത്, വചനം നമ്മൾ കേൾക്കണമെന്ന് പറയുന്നത്, വചനത്തെ നമ്മൾ സ്വീകരിക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ, ഈ ദമ്പതികള് അവരിങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു.
ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് 3-ാം മാസത്തിൽ ഒരു ടെസ്റ്റ് റിസൾട്ടിൽ പറയുകയാണ് ഈ പെൺകുട്ടി ഗർഭിണിയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. ആ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു ഇത് ക്യാരി ചെയ്യുന്നത് ബുദ്ധിമുട്ടാകും. ഇത് മാക്സിമം പോയാൽ 4-ാമത്തെ മാസം വരെ ഈ പ്രഗ്നൻസിയെ ക്യാരി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പൊന്നുമോളെ, ആദ്യത്തെ മാസത്തിൽ തന്നെ അബോർട്ട് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ഹാർട്ടിന് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുണ്ട്. അവർ പറഞ്ഞു ഇത് അങ്ങനെ കിട്ടിയതല്ല, ഇത് നല്ലതുപോലെ വില കൊടുത്ത് വാങ്ങിച്ചൊരു സമ്മാനമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ദൈവം നിക്ഷേപിച്ചതാണ്. പിതാവ് പറഞ്ഞില്ലേ, അനശ്വരമായ ബീജത്തിൽ നിന്ന് വന്ന ദൈവവചനത്തിന്റെ കുഞ്ഞാണ് ഈ കുഞ്ഞ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ജനുവരി, ഈ വർഷം ജനുവരിയിൽ അവളൊരു കുഞ്ഞിന് ജന്മം നൽകി. ആ കുഞ്ഞിന് പേരിട്ടത് റേമ എന്നാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. എന്താണ് കുഞ്ഞിന് പേരിട്ടത്? സാക്ഷ്യത്തിന്റെ വചനം, റേമ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഈ ലോകത്തിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. കുഞ്ഞു മിടുക്കിയായിരിക്കുന്നു, അവള് ഹാർട്ടൊക്കെ ഉണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നിങ്ങൾ ശക്തിയായിട്ട് അങ്ങോട്ട് വിശ്വസിക്കണം. എനിക്ക് നിങ്ങളോട് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല, വളരെ ലളിതമായ കാര്യങ്ങളാണ്. ഈ വചനത്തെ നിങ്ങൾ സ്വീകരിക്കണം. നമ്മുടെ കുടുംബത്തിലേക്ക് അഴിയാ കുരുക്കുകൾ ഈ വചനം കൊണ്ട് അഴിയപ്പെടും. അതുകൊണ്ട് സാക്ഷ്യത്തിന്റെ വചനത്തെ നിങ്ങൾ സ്വീകരിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മുടെ മനസ്സിൽ വളരെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു അനുഭവമുണ്ട്. നമ്മുടെ ഡാനിയൽ അച്ഛൻ കോന്നി കൺവെൻഷന്റെ സമയത്ത് ഒരു അനുഭവം പങ്കുവച്ചതാണ്. നിങ്ങളൊരു പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അത് കേട്ട് കാണും. അതായത് ധ്യാന കേന്ദ്രത്തിൽ കഴിഞ്ഞ ഒരു 6-7 മാസങ്ങൾക്ക് മുൻപ് അച്ഛന് ഇതുപോലെ പറഞ്ഞു, നിങ്ങൾ ഈ വചനം വായിക്കണം. നിങ്ങൾ 3 മാസം തുടർച്ചയായിട്ട് ദൈവവചനം തുടർച്ചയായിട്ട് വായിക്കും. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവും അല്ലേ? 3 മാസം തുടർച്ചയായിട്ട് ബൈബിൾ വായിക്കണം. അപ്പൊ അമേരിക്കയിലുള്ള യാക്കോബ സഭയിലുള്ള ഒരച്ഛൻ, അച്ഛന്റെ ഭാര്യ, അവര് കുടുംബമായിട്ട് ഇത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അച്ഛൻ പറയുകയാണ്, എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഞാൻ ഈ വചനം എന്റെ ഭാര്യ കേട്ടു. അപ്പോൾ ഈ ഭാര്യ, ഈ കൊച്ചമ്മ എന്ത് ചെയ്തു? ഈ വചനം ഇങ്ങനെ വായിക്കാനായിട്ട് തുടങ്ങി. 3 മാസം തുടർച്ചയായിട്ട് വചനം വായിക്കാനായിട്ട് തുടങ്ങി. ഈ വചനം വായിക്കുമ്പോൾ ഈ അമ്മയുടെ ഉള്ളിൽ ഒരു നിയോഗം ഉണ്ടായിരുന്നു. അവർക്കൊരു മകനുണ്ട്, ചെറുപ്പക്കാരനായിട്ടുള്ളൊരു മകൻ, ഒരു അച്ഛന്റെ മകനാണ്. അപ്പോ കുടുംബത്തിൽ വളരെ പരിശുദ്ധിയോടെ ജീവിക്കേണ്ടവൻ, ആളുകളൊക്കെ ശ്രദ്ധിക്കുന്ന ചെറുപ്പക്കാരൻ. അപ്പൊ അവന്റെ ഒരു വിശുദ്ധീകരണത്തിന് വേണ്ടി ഈ അമ്മ നിരന്തരം ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഈ അമ്മയുടെ ഈ ബൈബിൾ വായിക്കുന്നതിന് പിന്നിലുള്ള നിയോഗം എന്താണ്? ഈ മകന് മോശക്കാരനൊന്നുമല്ല, അവനങ്ങനെ താൻ തോന്നിയാണ്ട് നടക്കുന്ന, തോന്നിയോസം ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനല്ല, മറിച്ച് അവന് കുറച്ചും കൂടെ ഒരു വിശുദ്ധീകരണം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ അമ്മ പ്രാർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ അമ്മ 3 മാസം തുടർച്ചയായിട്ട്, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിഞ്ഞു, ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ അടയാളം വെച്ച് ഇങ്ങനെ സാധിക്കുന്ന സമയത്ത് മുഴുവൻ ഇങ്ങനെ വചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. 3 മാസം എന്ന് പറയുമ്പോൾ 90 ദിവസങ്ങളോളം വചനം വായിക്കണം. 85ആയി, 86ആയി, 87ആയി, 88ആയി, 89ആയി, 90ാമത്തെ ദിവസം വചനം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരികയാണ്. എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയ ഈ മകൻ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു. അമേരിക്കയിലാണ് സംഭവം. ഈ വചനം വായിച്ച് തീരുന്ന 90ാമത്തെ ദിവസം ഈ അമ്മയുടെ ചെവികളിലേക്ക് എത്തുന്നൊരു സ്വരം എന്താണ്? മകൻ ഈ ഭൂമിയിൽ അവശേഷിക്കുന്നില്ല എന്നതാണ്. മരണത്തിന്റെ മറുതീരങ്ങളിലേക്ക് ഈ മകൻ യാത്രയായി. അപ്പൊ പെട്ടെന്ന് അവര് ഹോസ്പിറ്റലിലേക്ക് ചെന്നു, മോർച്ചറിയിൽ ചെന്ന് ഈ മകനെ കണ്ടു. പിറ്റേ ദിവസം ശവസംസ്കാര ശുശ്രൂഷകളൊക്കെ നടക്കുകയാണ്. അച്ഛൻ പറയുകയാണ്, എനിക്ക് പൗരോഹിത്യ ജീവിതത്തോട് തന്നെ വല്ലാത്തൊരു വെറുപ്പ് തോന്നിയ ഒരു സമയമാണ്. അച്ഛൻ ആ കോന്നി കൺവെൻഷൻ നടക്കുന്ന സമയത്ത് അവസാന ദിവസം അവിടെ വന്നിരുന്നു. അപ്പൊ അച്ഛൻ പറയുകയാണ്, ഈ ജീവിതത്തോട് തന്നെ എനിക്കൊരു വിരക്തി തോന്നി. എന്നെ പിടിച്ചു നിർത്തിയത് എന്റെ ഭാര്യ. അച്ഛൻ പറയുകയാണ്, എന്തോരം വിശുദ്ധ കുർബാനകൾ അർപ്പിച്ചിട്ടുള്ള ആളാണ്, എന്തോരം വചന പ്രഘോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ എന്റെ ജീവിതത്തിന് നേരെ ഈ ബുദ്ധിമുട്ട് വന്നപ്പോൾ ഈ അച്ഛൻ പറയുകയാണ്, ഞാൻ വല്ലാതെ തകർന്നു പോയി. പക്ഷെ ഈ അമ്മ, അവർ ഈ അച്ഛനേക്കാൾ ദുർബലയായ ഒരു സ്ത്രീയായിരുന്നു. വളരെ ഇമോഷണൽ, ഈ മകനോട് വളരെ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു അമ്മ, അമ്മമാരകനാണ്. പെട്ടെന്നാണ്, ഒരു രോഗം വന്നു പോകുന്നതല്ല, പെട്ടെന്ന് എന്തോ ഒരു കാര്യം മേടിക്കാൻ വേണ്ടി കടയിലേക്ക് പോയി തിരിച്ചു പിന്നെ വരുന്നത് വെള്ളം പുതപ്പിച്ച. അങ്ങനെ വരുന്ന ഒരു അനുഭവത്തെ ഈ അമ്മ എങ്ങനെ എടുക്കും? ഈ അമ്മ പറയുകയാണ്, അച്ഛാ, ഞങ്ങളത് എടുത്തത്, ഞാനെന്ന് പറയുന്ന വ്യക്തി വീണുപോകാതിരിക്കാൻ ഇവന്റെ മരണം കേട്ട ഉടൻ തന്നെ എന്റെ കയ്യിൽ ബൈബിൾ ഇരിക്കുകയായിരുന്നു.
90 ദിവസത്തെ ബൈബിൾ വായന ഞാൻ ഇങ്ങനെ നടത്തി 90ാമത്തെ ദിവസം പൂർത്തീകരിച്ചല്ലോ എന്നൊരു സന്തോഷമുണ്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ സന്തോഷമുണ്ട്. ഇങ്ങനെ വചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് എന്റെ ചെവികളിലേക്ക് ഒരമ്മ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, കേട്ടാൽ ദഹിക്കാനാകാത്ത ഒരു വാർത്ത കേട്ടത്. ഞാൻ വല്ലാതെ ഒന്ന് പതറിപ്പോയി. പക്ഷെ പെട്ടെന്ന് ഞാൻ ഈ പിടിച്ചിരുന്ന പുസ്തകം ഞാൻ എന്റെ ചങ്കോട് ചേർത്ത് വെച്ചു. ഞാൻ ബൈബിൾ തുറന്നു. എനിക്ക് ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയ വചനം നല്ലൊരു വചനമാണ്. ആ വചനം ഇങ്ങനെയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 116-ാം അധ്യായം 15-ാം തിരുവചനം. സങ്കീർത്തനങ്ങൾ 116:15. വചനം ഇങ്ങനെയാണ്: തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. എന്ന് പറഞ്ഞേ, തന്റെ വിശുദ്ധരുടെ മരണം. ഞാനൊന്നും പറയരുത്, ഉച്ചത്തിൽ പറയണം. തന്റെ വിശുദ്ധരുടെ മരണം ഉച്ചത്തിൽ പറയണം. തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. പ്രിയമുള്ളവർ, ഈ വചനമാണ് ഈ അമ്മയ്ക്ക് കിട്ടുന്നത്. അപ്പൊ അവര് പറയുകയാണ്, എനിക്ക് ഈ വചനം വായിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത എന്തിനു വേണ്ടിയിട്ടാണ് ഈ അമ്മ പ്രാർത്ഥിച്ചത്? നമുക്ക് തോന്നി ഈ അമ്മയുടെ ഉദ്ദേശം പാഴായിപ്പോയത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ അമ്മ പ്രാർത്ഥിച്ചത്? ഒരു മകന്റെ വിശുദ്ധീകരണത്തിനു വേണ്ടി. അപ്പൊ സ്വർഗത്തിൽ നിന്നൊരു സ്വരം കേൾക്കുകയാണ്. നമ്മൾ നേരത്തെ കേട്ടില്ലേ, എന്താണ് സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന സ്വരത്തിന്റെ പ്രത്യേകത? ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ രക്ഷ, ദൈവത്തിന്റെ രാജ്യം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് സ്വർഗത്തിൽ നിന്നൊരു വചനം നമ്മെ കേൾപ്പിക്കുമ്പോൾ ദൈവം ആ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന 3 കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ദൈവത്തിന്റെ ശക്തി. അവർക്ക് പറഞ്ഞ ദൈവത്തിന്റെ ശക്തി. ശക്തിയില്ലാന്ന് പറയരുത്. ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ രക്ഷ, ദൈവത്തിന്റെ രാജ്യം. ഇതൊക്കെയാണ്. ഒന്ന്, ദൈവത്തിന്റെ ശക്തി. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വചനം വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ദൈവത്തിന്റെ ശക്തി. അടുത്തത് ദൈവത്തിന്റെ രക്ഷ. 3, ദൈവത്തിന്റെ രാജ്യം. ഈ 3 കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് തോന്നും ഭൗതികമായ ചില കാര്യങ്ങൾ തടയപ്പെട്ടല്ലോ. ഒരമ്മ ഒരു മകന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഒരു കോഴ്സ് പൂർത്തിയാക്കുകയാണ്. ആ കോഴ്സ് കഴിയുന്നതിന്റെ അന്ന് ഭൗമിക ദൃഷ്ടിയിൽ ഭൂമിയിൽ നിന്നൊരു മനുഷ്യൻ നോക്കുമ്പോ ഇവരോട് പറയാം, നിങ്ങൾ വെറുതെ ബൈബിൾ വായിക്കാതിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മകന് ജീവൻ ഉണ്ടാകുമായിരുന്നു. നിങ്ങൾ ബൈബിൾ വായിച്ച് ഇവനെ കൊന്നുകളഞ്ഞല്ലോ. പക്ഷെ വചനം എന്താ പറയുന്നത്? ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ രക്ഷ, ദൈവത്തിന്റെ രാജ്യം. ഇതാണ് പിശാചിനെ തകർക്കാനായിട്ട് വചനം നമുക്ക് നൽകുമ്പോൾ നമുക്ക് നൽകപ്പെടുന്ന 3 കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, ഈ അമ്മ ഈ വചനം വായിച്ചു. തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. ഇത് വായിച്ചപ്പോൾ ഈ അമ്മയിലേക്ക് വലിയൊരു ശക്തി കടന്നു. ഒരു 3-4 പേജുള്ള ഒരു ഇമെയിൽ അമ്മ അച്ഛൻ അയച്ചു കൊടുത്തു. എന്ന് പറഞ്ഞാൽ ആ അമ്മ പറയണം, അച്ഛൻ എനിക്കിത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, അതുകൊണ്ട് അച്ഛൻ പോകുന്നിടത്തൊക്കെ ഇത് പറയണം എന്ന് പറഞ്ഞൊരു ടെസ്റ്റിമണി എഴുതി തന്നിരിക്കുക. അപ്പൊ ഇവര് പറയുകയാണ്, എനിക്ക് ആ മകന്റെ മുൻപിൽ, ഈ മകന്റെ മൃതശരീരത്തിന് മുമ്പിൽ എനിക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയത്? ഒരൊറ്റ വചനമാണ്. ആ വചനം എന്താ? സങ്കീർത്തനം 116-ലുള്ള ഒരു വചനം. തന്റെ വിശുദ്ധരുടെ മരണം കർത്താവിന് അമൂല്യമാണ്. അപ്പൊ ഈ അമ്മയോട് കർത്താവ് പറഞ്ഞു കൊടുക്കുകയാണ്, മോളെ, ഈ മരിച്ചു കിടക്കുന്നത് നീ പ്രാർത്ഥിക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ഒരു മകനല്ല. ഈ മരിച്ചു കിടക്കുന്നത്, ഈ ശവമഞ്ചത്തിൽ കിടന്ന് ഒരു അന്ത്യയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ആരാണ്? 3 മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു മകനല്ല. 3 മാസങ്ങൾ കഴിഞ്ഞ് ഈ മകനെ ഞാൻ വിളിക്കുമ്പോ ഈ മകൻ ഇന്നാരാണ്? അവനൊരു വിശുദ്ധനാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അമ്മ പറയണ, അച്ഛാ എനിക്ക് സങ്കടമുണ്ടോ എന്ന് ചോദിച്ചാൽ സങ്കടമുണ്ട്. മനുഷ്യരല്ലേ, സങ്കടമുണ്ട്. പക്ഷേ എനിക്ക് പ്രത്യാശയുണ്ട്. സങ്കടമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്തുണ്ട്? സങ്കടമുണ്ട്. പക്ഷെ എനിക്ക് അതിനേക്കാൾ വലിയൊരു പ്രത്യാശ. കാരണം എന്താണ്? എന്റെ മകനെ വിശുദ്ധിയോടെ സ്വർഗത്തിലേക്ക് വിടാൻ ഈ 3 മാസക്കാലത്ത്, അതായത് ഈ അമ്മ പറയണം, എന്നെ ഈ 3 മാസം കൊണ്ട് കർത്താവ് ഒരുക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വചനം ഇങ്ങനെ, ഈ മരണം സ്വീകരിക്കാൻ വേണ്ടി. ദൈവത്തിന്റെ ഒരു ശക്തി നമുക്ക് കിട്ടാം. ദൈവത്തിന്റെ ഒരു സ്വരം നമ്മളെ കേൾപ്പിച്ചത് ഈ ശക്തിയും രക്ഷയും രാജ്യവും നമുക്ക് നൽകാൻ വേണ്ടിയിട്ടാണ്. ചെറുന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ഈ അമ്മ പറയണം, ഞാൻ വല്ലാതെ ശക്തിപ്പെട്ടു. എനിക്ക് സങ്കടവും കണ്ണുനീരൊക്കെ ഉണ്ടായി. പക്ഷേ എനിക്കൊരു വലിയ പ്രത്യാശ. കാരണം എന്താണ്? എന്റെ മകൻ വിശുദ്ധിയോടെ ഈശോയുടെ അടുക്കൽ അവൻ വിശുദ്ധിയോടെയുണ്ട്. അവൻ ഒരുപക്ഷെ ഭൂമിയിൽ നടന്നിരുന്നെങ്കിൽ അവൻ അത്രയും വിശുദ്ധി കിട്ടില്ലായിരുന്നു. പക്ഷെ അവൻ ദൈവസന്നിധിയിലേക്ക് പോയതുകൊണ്ട് വിശുദ്ധിയോടുകൂടിയാണ് പോയത്. അപ്പോ ഈ സങ്കീർത്തന വചനം ഈ അമ്മയ്ക്ക് എന്താണ്? ഒരു റേമായാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.
ഈ സങ്കീർത്തന വചനം ഈ അമ്മയ്ക്ക് ഒരു റേമായാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരഞ്ഞുകൊണ്ട് ഓടി നടക്കരുത്. അലറുന്ന പിശാച് നിങ്ങളുടെ ജീവിതത്തെ ചുറ്റി നിൽക്കുമ്പോൾ ഈ അലർച്ച കേട്ട് നിങ്ങൾ വല്ലാതെ തളർന്നു പോകരുത്. കർത്താവിന്റെ വചനം ഓർപ്പിക്കുകയാണ്, കർത്താവ് നിങ്ങൾക്ക് ശക്തിയും രക്ഷയും നൽകാനായിട്ട് തിരുമനസ്സായ ഒരു ദൈവമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ ദൈവത്തിന്റെ മുൻപിൽ നമ്മൾ നെടുവീർപ്പോടെ ഇരുന്ന് ഈ വചനത്തെ കേൾക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുകയാണ്, ഒരു സുപ്രധാനമായ കൽപ്പന കർത്താവ് നൽകുകയാണ്. 4-ാമത്തെ തിരുവചനം, നിയമാവർത്തനം 6:4. ഇസ്രായേലേ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ നിങ്ങൾ സ്നേഹിക്കണം. ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. അതായത് ദൈവം നമുക്ക് നൽകിയ ഈ വചനങ്ങൾ എവിടെ ഉണ്ടായിരിക്കണം? നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗ്രതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. അപ്പൊ എപ്പോഴാണ്? കിടക്കുമ്പോഴും പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ നിങ്ങൾ എന്തിനെ പറ്റി സംസാരിക്കണം? ദൈവവചനത്തെ പറ്റി സംസാരിക്കണം. നമ്മൾ വില കെട്ടത് സംസാരിക്കാനായിട്ട് പാടില്ല. നമ്മൾ ആവശ്യമില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നു. ദൈവവചനം ഇന്ന് രാവിലെ എഴുന്നേറ്റത് മുതൽ ഇന്ന് വരെ ഈ സമയം വരെ നമ്മൾ ദൈവവചനം ഏതെങ്കിലും ഒരു വചനം നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ടോ? അപ്പൊ കർത്താവിന്റെ കൽപ്പന എന്താ? നിങ്ങളെ അനുഗ്രഹിക്കണമെങ്കിൽ നിങ്ങൾ കർത്താവിന്റെ വചനത്തെ എപ്പോഴും കേൾക്കണം. അവ നിങ്ങളുടെ കയ്യിൽ ഒരടയാളമായും നെറ്റിത്തടത്തിൽ പട്ടമായും അണിയണം. അവ നിങ്ങളുടെ വീടിന്റെ കട്ടിളക്കാലിന്മേലും പടിവാതിലിന്മേലും എഴുതണം. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് തരുമെന്ന എല്ലാ അനുഗ്രഹങ്ങളും ഈ വചനത്തിലൂടെ പൂർത്തീകരിക്കപ്പെടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവവചനം, സാക്ഷ്യത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് ശക്തമായ അഭിഷേകം, ചില പ്രത്യേക നിമിഷങ്ങളിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു കൃപ കിട്ടും. ഞാൻ നേരത്തെ പോയൊരു പള്ളി, അത് ഇച്ചിരി അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ദേവാലയമായിരുന്നു. നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു ദേവാലയം. പലപ്പോഴും അച്ഛന്മാർക്ക് പ്രവർത്തിക്കുന്നതിന് തടസ്സമായ ഒരു സാഹചര്യമാണ് ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോഴും ഒരു വല്ലാത്ത ചില അസ്വസ്ഥതകൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിതാവിനോട് ചോദിച്ചു, പിതാവേ, ഈ പള്ളിയിലേക്ക് എന്നെ വിട്ടാൽ കൂടുതൽ പ്രശ്നമാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പിതാവ് പറഞ്ഞു, അവിടെ പോയി പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ട് എനിക്കൊരു ബ്ലെസ്സിങ് ഒക്കെ തന്ന് അവിടേക്ക് വിട്ടു. കാരണം ആ പള്ളി ഏറ്റെടുക്കാനായിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ആ പള്ളിയെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കുന്നതൊന്നും നല്ല കാര്യങ്ങളല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അങ്ങനെ ഒരു മുൻവിധി എന്റെ മനസ്സിൽ കിടക്കണം. അപ്പൊ എനിക്ക് ഈ അപ്പോയിന്റ്മെന്റ് കിട്ടുമ്പോൾ എന്റെ കൂടെയുള്ള അച്ഛന്മാരും പറഞ്ഞു, മോനെ, എല്ലാ പല്ലൊക്കെ ഒന്ന് എണ്ണീട്ട് പോകുന്നത് നല്ലതാണ്, പല്ല് കുറയാനും എല്ല് കൂടാനും സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയുള്ള ചില പരിഹാസങ്ങളൊക്കെ എനിക്ക് കിട്ടും. അപ്പൊ ഇപ്പൊ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത. സാധാരണ പോകുമ്പോൾ അച്ഛന്മാരൊക്കെ പൂട്ട് മിടുക്കനായിട്ട് വിജയശ്രീ ലാളിതനായി തിരിച്ചു വരൂ എന്നൊക്കെയാണ് പറയാറുള്ളത്. അപ്പൊ ഇത് കിട്ടിയപ്പോ എനിക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു അസ്വസ്ഥ. അപ്പൊ ഞാൻ ഈ ദേവാലയത്തെ പറ്റി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഞാൻ പോകുന്നതിന് മുമ്പിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഈ ദേവാലയത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഞാൻ പോയിട്ട് അവിടെ പണ്ടുണ്ടായിരുന്നതിനേക്കാൾ മോശമായ ഒരു സാഹചര്യമായിട്ട് മാറാനായിട്ട് പാടില്ല. ഒരുപാട് വലിയച്ഛന്മാരൊക്കെ ഇരുന്നിട്ടുള്ള ഒരു പള്ളിയാണ്. ചെറുപ്പക്കാരച്ഛന്മാരൊന്നും അവിടെ അങ്ങനെ ഇരുന്നിട്ട് നല്ല എന്താ പറയുന്നത്, നല്ല പ്രായോഗിക ബുദ്ധിയൊക്കെ ഉള്ള ആളുകളാണ് അവിടെ പലപ്പോൾ ഇരുന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു വല്ലാത്ത അസ്വസ്ഥതയാണ്. അപ്പൊ എന്നെ സ്വീകരിക്കാനായിട്ടും അവർക്ക് വലിയ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് എന്നെ സ്വീകരിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നത് ആകെ 6 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൂടെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥ. സ്വീകരിക്കാൻ ആളില്ലാത്തത് കൊണ്ടല്ല, എന്നെ സ്വീകരിക്കാനായിട്ടൊരു അങ്ങനെ ഒരു സാഹചര്യം ആയിരുന്നില്ല ആ സമയത്തും അവിടെ ഉണ്ടായിരുന്നത്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് ആദ്യത്തെ ദിവസം അവിടെ ഉണ്ടായിരുന്ന കമ്മിറ്റിക്കാരൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛൻ ഈ പള്ളി ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഞങ്ങൾക്ക് ഒരു വിശ്വാസമില്ല. എന്റെ ഹൃദയം തകർന്നുപോയി. സാധാരണ നമ്മളൊരു കൺവെൻഷനൊക്കെ നടത്തിയിട്ട് പോകുമ്പോൾ ആകെ ഒരു കാര്യമില്ലെങ്കിലും നമ്മളെ പറ്റി വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് വിടുന്നത്. നല്ലായിരുന്നു, വെടിച്ചില്ലായിരുന്നു, വെടിക്കെട്ടായിരുന്നു, മത്താപ്പുമായിരുന്നു, പൂത്തിരിയായിരുന്നു എന്നൊക്കെ പറയും. കാരണം അത് നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമാണ്.
പക്ഷേ അന്ന് വൈകുന്നേരത്ത് ഈ ദുഷ്ടരായ ആളുകൾ അവര് വന്ന് എന്നടുത്ത് വന്ന് പറയുകയാണ്, അച്ഛന് ഇവിടെ അച്ഛൻ എത്രയും പെട്ടെന്ന് അങ്ങ് പോകുന്നതാണ് നല്ലത്. കാരണം അച്ഛന്റെ ഒരു സൈസൊക്കെ കണ്ടിട്ട് ഈ പള്ളി അച്ഛന്റെ ഹൈയിലൂടെ ഓടുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അച്ഛനെ ഇവിടെ വെച്ചതിൽ കുറെ ആളുകൾക്ക്, കാരണം എന്നോടുള്ള വിരോധം കൊണ്ടല്ല, എന്നെ ഇവിടെ ആർക്കും അറിയില്ല, നേരത്തെ ഇരുന്ന അച്ഛൻ മാറരുത് എന്നൊരു സ്നേഹം. കാരണം അവിടുത്തെ അച്ഛനെ അവർക്ക് വലിയ താല്പര്യമായിരുന്നു. ആ സമയത്താണ് ഞാൻ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പൊ അവർക്ക് മൊത്തത്തിൽ എന്നെ സ്വീകരിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, എനിക്കും വല്ലാത്ത, നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു പള്ളിയിലേക്ക് ചെല്ലുകയാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും അറിയില്ല, അച്ഛന്മാരോട് ചോദിച്ചാൽ അറിയാം. കാരണം പള്ളിയിൽ 350 വീട്ടുകാരുള്ളൊരു പള്ളി, ആ പള്ളി നല്ലൊരു സാഹചര്യമല്ല. അവിടെ ചെല്ലുമ്പോൾ ഇവർ പറയേണ്ട, അച്ഛാ ഞങ്ങളൊക്കെ കൂടുണ്ട്, പലരും അസ്വസ്ഥരാണ്, അന്ന് സാരമില്ല അച്ഛാ, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നല്ലേ പറയേണ്ടത്. വേറെ ലെറ്റർ നാളെ എഴുതിയാലും കുഴപ്പമില്ല, പക്ഷെ ഇത് പറയുമ്പോൾ നമ്മളോട് ഇങ്ങനെ വേണ്ടേ പറയാം. ഇവര് പറയുകയാണ്, അച്ഛാ ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇത് അവര് എന്നോട് സ്നേഹം കൊണ്ട് പറഞ്ഞതാണ്. കാരണം ഒരടി കൊള്ളാനുള്ള ആയുസ്സും സ്ഥലവും ഈ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ട് അവരെന്നോട് സഹാനുഭൂതി ഊതി പറഞ്ഞതാണ്. അച്ഛനെ അങ്ങ് പോകുന്നതാണ് നല്ല. അച്ഛൻ പിതാവിനോട് പറഞ്ഞിട്ട് ഒരു 1-2 മാസമൊക്കെ ഇരുന്നിട്ട് അങ്ങ് പൊക്കോ വെച്ചാൽ, അത് ഇവിടെ നല്ല മുറ്റിയ അച്ഛന്മാരാണ് വന്നിട്ടുള്ളത്, അച്ഛനെ പോലുള്ള ഒരാളൊന്നും വന്നാൽ ഇവിടെ ശരിയാവില്ല. പിന്നെ ഒരു കാര്യം അച്ഛനെ കൊണ്ട് ഉപകാരപ്പെടും, കാരണം ഒരു അടി ഉണ്ടായാൽ ഓടാൻ അച്ഛന് എളുപ്പമാണ്. കാരണം ഇത്രയൊക്കെ ശരീരം ഉള്ളത് കൊണ്ട്, വയറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഓടാൻ എളുപ്പമാണ്. കൂട്ടത്തിൽ നിന്ന് ഒരാൾ അങ്ങനെയും പറഞ്ഞു. അപ്പൊ എനിക്ക് അവിടെ വല്ലാത്തൊരു ബുദ്ധിമുട്ട്. ആദ്യത്തെ രാത്രിയിൽ കിടക്കുമ്പോ എനിക്ക് ഒട്ടും ഉറക്കം വരുന്നില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥത അവിടെ തോന്നി. ഞാന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, എന്നെ ഇഷ്ടമല്ലാത്ത, എനിക്കൊട്ടും ഇഷ്ടമല്ലാത്ത ഒരു സ്ഥലത്ത് നീ എന്നെ കൊണ്ടാക്കിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാനിനി എന്ത് ചെയ്യും? ഞാന് ഇവിടെ എന്താ ചെയ്യാനുള്ളത്? ഞാൻ അവിടെ പോകുമ്പോ ഒത്തിരി പദ്ധതി. ആരെങ്കിലും നിങ്ങളെ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയണം, നിങ്ങൾ കയ്യിലൊന്നും എടുക്കാൻ പാടില്ല, ദൈവം മാത്രമാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. കുറെ ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ട് കർത്താവ് അയക്കുക. അവര് ആ നിയോഗമൊക്കെ പൂർത്തീകരിച്ചിട്ട് തിരിച്ചു വന്നിട്ട് അതിന്റെ ഒരു റിപ്പോർട്ടിംഗ് സെഷനാണ്. കർത്താവിന് റിപ്പോർട്ട് കൊടുക്കുകയാണ്, കർത്താവേ, ഇതാ സാത്താൻ ആകാശത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. സാത്താൻ ആകാശത്ത് നിന്ന് ഇടിമിന്നൽ പോലെ നിബദിക്കുന്നത് ഞാൻ കണ്ടു. ഉടനെ കർത്താവ് പറയുകയാണ്, സാത്താൻ നിബദിച്ചു എന്നോർത്ത്, നിങ്ങൾ കൈവച്ചപ്പോൾ തളർവാദ രോഗികൾ എഴുന്നേറ്റു എന്നോർത്ത് നിങ്ങൾ എന്ത് ചെയ്യരുത്? ആനന്ദിക്കരുത്. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടു എന്നതിൽ സന്തോഷിക്കുവിൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. നമ്മൾ ഇതുവരെ വിചാരിച്ചു വെച്ചിരുന്ന എന്താണ്? നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യുന്നതിലാണ്. അതായത് ഒരു പള്ളിക്ക് കല്ലിട്ടു, പള്ളി പണിതു, അപ്പോ ഒരു സംഭവമായി. അവിടെ കുറെ ആളുകളെ നമ്മൾ മാനസാന്തരപ്പെടുത്തി. നമ്മൾ കുറെ ആളുകളുടെ പൈശാചിക ബാധയെ നമ്മൾ ഒഴിപ്പിച്ചു. നമ്മൾ കുറെ ആളുകൾക്ക് വചനം പറഞ്ഞു കൊടുത്തു. അപ്പൊ ഇങ്ങനെയൊക്കെ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പോകുന്നത്. എന്റെ വലിയൊരു ലക്ഷ്യം ഇതാണ്, ഇവരെയൊക്കെ കുറെ പ്രാർത്ഥിക്കാനും കുറെ ആരാധിക്കാനും അവർക്ക് കുറെ വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ ഞാൻ പോവാണ്. അപ്പൊ ഞാൻ നേരത്തെ ഇരുന്ന പള്ളിയിൽ നിന്ന് വരുമ്പോൾ എന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ഒരു അഹങ്കാരം ഇതാണ്, ഞാൻ എന്തൊക്കെയോ ചെയ്തു. ഈ ഒരു അഹങ്കാരത്തിന് കർത്താവ് എനിക്കൊന്നൊരു അടിയാണ് ഇവരുടെ ഈ ഒരു പറച്ചിൽ. അന്ന് രാത്രിയിൽ എനിക്കൊരു വല്ലാത്ത നാണക്കേട് തോന്നി. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, കർത്താവേ, ഞാൻ ഇതുപോലെയാണ് റിപ്പോർട്ട് ചെയ്തത്. 72 പേര് റിപ്പോർട്ട് ചെയ്തെന്നാണ്, കർത്താവേ, ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഞങ്ങൾ പിശാചുകളെ പുറത്താക്കി, ഞങ്ങള് അത് ചെയ്തു, ഇത് ചെയ്തു. അപ്പൊ ഉടനെ കർത്താവ് പറയുകയാണ്, ഹൂ ദ ഹെൽ ആർ യു? നീ ആരാണ്? ഗെറ്റ് ഔട്ട്. അങ്ങനെ ചെയ്യുന്നതിലല്ല, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടു എന്നുള്ളതിൽ. നിന്നെ ഏൽപ്പിച്ച പൗരോഹിത്യ ജീവിതം എത്ര ആയുസുണ്ടെന്ന് നമുക്കറിയില്ല. അതിൽ 2 വർഷം നിന്നെ ഏൽപ്പിച്ച ഒരു പള്ളി, ആ പള്ളിയിൽ നീ ദൈവത്തെ വിശ്വസിച്ച് ദൈവത്തെ മാത്രം മുൻനിർത്തി നിന്റെ മുമ്പിൽ വരുന്ന ആളുകളെ ശുശ്രൂഷിച്ചു എന്നുള്ള ഒരൊറ്റ കാരണത്തിൽ നിന്റെ പേരെഴുതപ്പെട്ടിട്ടുണ്ടെന്നുള്ളതിൽ മാത്രമേ നീ എന്ത് ചെയ്യാവൂ? അഭിമാനിക്കാനായിട്ട് പാടുള്ളൂ. എന്റെ കംപ്ലീറ്റ് ധാരണകളും മാറിയ ഒരു രാത്രിയാണ്. എന്റെ കംപ്ലീറ്റ് ധാരണകൾ വന്ന് കർത്താവ് എടുത്തു മാറ്റി. അപ്പോൾ പ്രിയമുള്ളവരെ, ഞാൻ ഈ ദേവാലയത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്റെ ഡയറിക്കകത്ത് ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് എഴുതി വെച്ചു. ഇനി വരാൻ പോകുന്ന നോമ്പിൽ ഇന്ന പരിപാടികളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് ഒരു വലിയ പദ്ധതിയായിട്ട് ഞാൻ അവിടെ വരുമ്പോ എന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ പറയണം, അച്ഛനെ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്, അച്ഛൻ്റെ കൂടെ പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്,
അച്ഛൻ ഇവിടെ ഇരിക്കേണ്ട, അച്ഛനൊന്നുമില്ല, അച്ഛനെ ഒന്നും ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ കൊണ്ടുവന്ന ഡയറിയൊക്കെ 2 മടങ്ങിയ ഡയറിയൊക്കെ ഒരു 7 or 8 ആയിട്ട് മടങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതമാണ്. നമ്മൾ ആലോചിച്ചു വെച്ചതും നമ്മൾ ആലോചിച്ചുറപ്പിക്കുന്നതുമൊക്കെ ചില സമയങ്ങളിൽ പാഴായി പോകുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നാം. നമ്മൾ കരുതി വെച്ചതൊക്കെ ഇങ്ങനെ ഒലിച്ചു പോകുന്നുണ്ടോ എന്ന് നമുക്ക് തോന്നാം. നമ്മൾ ഇറങ്ങി വന്നിരിക്കുന്ന വലിയ പദ്ധതി, നമ്മുടെ സർട്ടിഫിക്കറ്റ്, നമ്മുടെ ജോലി, ഇതിലൂടെയൊക്കെ വലിയ കാര്യങ്ങൾ നേടിയെടുക്കാമെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് ഒരു സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ എല്ലാ ധാരണകളും അവിടെ തെറ്റപ്പെടുകയാണ്. പിശാച് ഇങ്ങനെ അരിശം കൊണ്ടിറങ്ങിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ 2 കാര്യങ്ങൾ നിനക്ക് ആശ്രയമായിട്ട് വരും. ഒന്ന്, കർത്താവിന്റെ രക്തവും സാക്ഷ്യത്തിന്റെ വചനവും. ഞാൻ ഈ ബൈബിൾ വായിക്കുമ്പോ കർത്താവ് എന്നെ പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. കർത്താവ് പറയുകയാണ്, ഇത് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമാണ്. നീ ഈ സ്ഥലത്തായി, നീ പർട്ടിക്കുലർ ആയിട്ടുള്ള ഈ സ്ഥലത്തായിരിക്കുക എന്നുള്ളത് ആരുടെ ഇഷ്ടമാണ്? പിതാവായ ദൈവത്തിന്റെ ഇഷ്ടമാണ്. പ്രിയമുള്ളവർ, ഇതാണ് വചനം. അതായത് ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുക. ദൈവം ഇങ്ങനെ നമ്മളെ കൊണ്ടുപോക്കുള്ളൂ, നമ്മൾ നിന്നു കൊടുത്താൽ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 30-ാം അധ്യായം. കർത്താവ് പറയുകയാണ്, കർത്താവ് ജനത്തോട് പറയുകയാണ്, അതിനാൽ ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമായ കർത്താവ് അരുളി ചെയ്തു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം, എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കുകയില്ല. കർത്താവിന്റെ വചനം പറയുകയാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തിരിച്ചു വരണം. നിങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി നടക്കരുത്. പല കാര്യങ്ങൾക്ക് നിങ്ങൾ വഴിപ്പെട്ടു പോകും. നിങ്ങൾ അതിൽ നിന്നൊക്കെ മാറി നിങ്ങൾ ഓടി വരണം. നിങ്ങൾ ഓടി വന്ന് കർത്താവിന്റെ മുമ്പിൽ ഇരിക്കണം. ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കണം. പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പിൽ ഇരിക്കണം. അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ കർത്താവിന്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്, സ്വസ്ഥതയും ആശ്രയവും നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾ ശീഘ്രതയുള്ള കുതിരയുടെ പുറത്ത് സഞ്ചരിക്കും, ഞങ്ങൾ പടക്കുതിരയുടെ പുറത്ത് കയറി സഞ്ചരിക്കും. അപ്പൊ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പിന്നാലെ വരുന്നവരും അതിവേഗമായിരിക്കും ഓടി വരുന്നത്. നമ്മുടെ പിന്നാലെ അരിശം കൊണ്ടൊരു പിശാച് ഓടി വരുന്നുണ്ട്. കർത്താവിന്റെ വചനം പറയുകയാണ്, കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ പിന്നാലെ ഒരാൾ വരുന്നുണ്ട്, അവർ നിന്നേക്കാൾ അതിവേഗമായിരിക്കും ഓടി വരുന്നത്. നിന്റെ ജീവിതത്തെ അവൻ ബ്ലോക്ക് ചെയ്യും. നീ എവിടെങ്കിലും ഒന്ന് വഴി ചോദിക്കാൻ നിന്റെ വണ്ടി നിർത്തുമ്പോ, കാലിടറുമ്പോ ഒന്ന് നിർത്തുമ്പോ, നിനക്ക് ശരീരത്തിന് ക്ഷീണം തോന്നി ഒരു 10 മിനിറ്റ് നിർത്തുമ്പോ, നീ ഇങ്ങനെ അതിവേഗം ഓടിക്കൊണ്ടിരുന്നാൽ പ്രിയപ്പെട്ടവരെ, നിന്റെ പിന്നാലെ അതിവേഗം നിന്നേക്കാൾ വേഗത്തിൽ ഓടിക്കൊണ്ടുവരുന്ന ഒരാളുണ്ട്. അവൻ നിന്റെ മുമ്പിൽ കയറി നിനക്കൊരു തടസ്സം നൽകും. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കണം. സ്വസ്ഥതയും ആശ്രയവും നിങ്ങൾക്ക് നൽകും. അപ്പൊ നമ്മളൊരു വചനം, ദൈവത്തിന്റെ വചനത്തെ സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോ കർത്താവിന്റെ വലിയ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ആ ദേവാലയത്തിലായിരിക്കുന്ന സമയത്ത് വലിയ ദാരുണമായ ഒരു സംഭവം ആ ദേവാലയത്തിൽ നടന്നു. അതായത് ഒരു ചെറുപ്പക്കാരൻ അവിടെ സൂയിസൈഡ് ചെയ്തു. അവന്റെ ഭാര്യ, 2 കൊച്ചു കുഞ്ഞുങ്ങൾ. വലിയ ദൈവവിശ്വാസത്തിൽ പള്ളിയിലൊക്കെ വരുന്ന ആളുകളായിരുന്നു. ഇവൻ അല്പം മദ്യപാനിയൊക്കെ ആയിരുന്നതുകൊണ്ടും ജീവിതം അല്പം വഴിവിട്ടു പോയതുകൊണ്ടും ഒരു സന്ധിക്ക് ഇവൻ സൂയിസൈഡ്, ആത്മഹത്യ ചെയ്തു. ഒരിക്കലും ആ ഇടവകയ്ക്കോ അല്ലെങ്കിൽ ആ ദേശത്തിനോ താങ്ങാൻ പറ്റാത്ത വലിയൊരു കാര്യമായിരുന്നു. അവന്റെ ഭാര്യ അവൾ വല്ലാതെ അങ്ങോട്ട് തകർന്നു പോയി. കാരണം അവൾക്ക് അത്രയും സ്നേഹമായിരുന്നു. അവൾ പറയുകയാണ്, ദാമ്പത്യ ജീവിതം തുടങ്ങിയിട്ട് ഏകദേശം 14 വർഷങ്ങൾ പൂർത്തീകരിച്ചു. ഈ 14 വർഷങ്ങൾ കൊണ്ടും ഇദ്ദേഹം വലിയ മദ്യപാനമായിരുന്നു. പക്ഷെ ഒരു ദിവസം പോലും ഇദ്ദേഹത്തോടൊരു നീരസമോ വിരോധമോ ഈ പെൺകുട്ടിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അവൾക്ക് ഇഷ്ടമായിരുന്നു ഈ ചേട്ടനെ. പക്ഷെ ഇദ്ദേഹം അവളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകുമെന്നുള്ള ഒരിക്കലും ഓർത്തില്ല. പക്ഷെ ഇവൾക്ക് വല്ലാത്ത വേദന തോന്നി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അവളെ ഒന്ന് ചിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അതായത് ഇവള് വല്ലാത്തൊരു മാനസിക അവസ്ഥയിലേക്ക് ഈ പെൺകുട്ടി പോയി. കാരണം അവൾക്ക് അപ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. ഏകദേശം ഒരു 3 മാസങ്ങൾ കഴിഞ്ഞിട്ടും ഈ പെൺകുട്ടിക്ക് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. അദ്ദേഹം കൂടെ ഇല്ല എന്നൊരു ചിന്തയില്ല. അപ്പോൾ അവരുടെ കല്ലറയിൽ പോലും ഈ പെൺകുട്ടി പോയി പ്രാർത്ഥിക്കില്ല. കാരണം അദ്ദേഹം പറയണം, അദ്ദേഹം കല്ലറയ്ക്കകത്തില്ല, അദ്ദേഹം കല്ലറയിലല്ല, അദ്ദേഹം മരിച്ചിട്ടില്ല. അപ്പൊ ഒരു മാനസിക വിഭ്രാന്തി പോലെ ഈ പെൺകുട്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് ബൈബിള് വായിക്കുന്നില്ല, അവള് ബൈബിള് മടക്കി വെച്ചു. മക്കളെ ദേവാലയത്തിൽ അവർക്ക് വേണമെങ്കിൽ പോകാം, വേണ്ടെങ്കിൽ പോകേണ്ട നിർബന്ധമില്ല. അങ്ങനെ ആയിരുന്നില്ല. വേദപാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി.
നമ്മുടെ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടി, കുഞ്ഞുങ്ങളെ ആദ്യ കുർബാനയ്ക്ക് ഒരുക്കാൻ സിസ്റ്റർമാരെ സഹായിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി, ഇപ്പൊ എല്ലാ കാര്യത്തിലും അവിടുത്തെ സിസ്റ്റേഴ്സിന്റെ ഒക്കെ സഹായിയായിരുന്ന ദേവാലയത്തോട് ചേർന്നൊരു പെൺകുട്ടി ജീവിതത്തിൽ പെട്ടെന്നൊരു ദുരന്തം വന്നപ്പോൾ അവൾക്ക് ഇത് അംഗീകരിക്കാനായിട്ട് പറ്റുന്നില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, 3 മാസക്കാലം ഞാനപ്പോ ഇടയ്ക്കിടയ്ക്ക് ഇവളുടെ അടുത്ത് പോയിരുന്ന് സംസാരിക്കുന്നു. അപ്പൊ ഇവളോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എല്ലാ ആഴ്ചയിലും ഒരേ ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ദൈവം എന്നെ ഉപേക്ഷിച്ചു? ഞാൻ പറഞ്ഞു, മോളെ, ഇത് ദൈവത്തിന്റെ പദ്ധതി. എന്തുകൊണ്ട് ദൈവത്തിന് മനുഷ്യരെ കരയിപ്പിക്കുന്ന പദ്ധതി? ദൈവം സ്നേഹിക്കുന്ന ദൈവമല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് ദൈവത്തിന് കരയിപ്പിക്കുന്ന പദ്ധതി? എന്തിനാണ്? അപ്പൊ നമ്മൾ വീണ്ടും പറഞ്ഞു കൊടുക്കണം. അവളോട് തിയോളജി പഠിച്ചു കൊടുത്തിട്ടോ, സെമിനാരി പഠിപ്പിച്ച ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും ഒന്നും നിൽക്കില്ല. പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൾക്കത് മനസ്സിലാകുന്നില്ല. അവൾ പറയണം, അച്ഛാ എന്താണ്? എന്നിട്ട് അവള് ഏറ്റവും അവസാനം ചോദിക്കണം, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദാരുണമായ മരണം? അദ്ദേഹം സ്വർഗത്തിൽ പോവോ അച്ഛാ? ഞാനും എന്റെ കുഞ്ഞുങ്ങളും വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രഭാതത്തിൽ ഒരു ദിവസം പോലും വിശുദ്ധ കുർബാന മുടക്കാതെ, ദേവാലയത്തിലുള്ളൊരു ശുശ്രൂഷ മുടക്കാതെ ഞങ്ങൾ ജീവിച്ചിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് ഉറപ്പില്ല ഞങ്ങളുടെ അപ്പൻ സ്വർഗത്തിലുണ്ടോ, അദ്ദേഹം എന്റെ ഭർത്താവ് സ്വർഗത്തിലുണ്ടോ എന്ന് ഒരു ഉറപ്പെനിക്കില്ല. ഞങ്ങളോട് പറഞ്ഞു, മോളെ, സ്വർഗത്തിലുണ്ട്. നമ്മൾ എന്തോരം പരിശുദ്ധ ബലിയാണ് 30 ദിവസങ്ങൾ, ആ മാസം 30 ദിവസങ്ങളിലും ഈ ചെറുപ്പക്കാരന് വേണ്ടിയാണ് ഞങ്ങൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചത്. അനേകം പരിശുദ്ധ കുർബാന, ഏകദേശം 100-ലധികം പരിശുദ്ധ കുർബാന. കാരണം ഒരിക്കലും ആ ഇടവകയ്ക്ക് തന്നെ താങ്ങാൻ പറ്റാത്ത ഒരു സംഭവമായി പോയത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ അത്രയും കുർബാനകൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചു. പരിശുദ്ധ കുർബാന ഏത് കുടുംബാവിയെയും സ്വർഗത്തിലെത്തിക്കുന്ന പരിശുദ്ധ കുർബാന. അതുകൊണ്ട് നീ അതിനകത്ത് വിശ്വസിക്കാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ഇവൾക്ക് വേണ്ടി ഞാൻ ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിട്ട് ഇവളെ, ഈ പെൺകുട്ടിയെ, ഈ ആരാധനയ്ക്ക് മുമ്പിലേക്ക് ഇങ്ങനെ കൊണ്ടിരുത്തി. എന്നിട്ട് അവളുടെ കയ്യിലേക്ക് ബൈബിൾ കൊടുത്തു. അവൾ പറഞ്ഞു, അച്ഛാ എനിക്കിത് വായിക്കാൻ താല്പര്യമില്ല, അച്ഛൻ എന്നെ നിർബന്ധിക്കരുത്, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഇത് പറ്റുന്നില്ല, ഇത് പറ്റുന്നില്ല. ഞാൻ എങ്ങനെ? എനിക്കത് നോക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു വെള്ള അപ്പം മാത്രമാണ്. നേരത്തെ ഞാൻ കണ്ടത്, ഞാൻ ഈശോയെ കണ്ടിട്ടുണ്ട് അതിനകത്ത്, പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോ എനിക്ക് പരിശുദ്ധ കുർബാനയിൽ കാണാൻ പറ്റുന്ന ഒരു സാധാ അപ്പം മാത്രമായിട്ടാണ് ലൈറ്റ് ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നല്ലാതെ എനിക്കത് മനസ്സിലാകുന്നില്ല. അച്ഛൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഇത് മനസ്സിലായിക്കൊണ്ടിരുന്നൊരു സമയമുണ്ട്, പക്ഷെ ഇപ്പൊ എനിക്കത് മനസ്സിലാകുന്നില്ല, എനിക്ക് മനസ്സിലാകില്ല. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞങ്ങളൊരു 10-15 പേര് ചില ദിവസങ്ങളിൽ വൈകുന്നേരം, എല്ലാ ദിവസവും ഞാനുണ്ടാവില്ല, പുരുഷന്മാരുടെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പോട് ഞാൻ അവരോട് ഈ വിഷയം പറഞ്ഞു. അവര് മുട്ടിന്മേൽ നിന്ന് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതായത് ജപമാല ഇങ്ങനെ എടുത്തിട്ട് ആ ജപമാലയുടെ ഓരോ മണികളിലും ഓരോ വചനം പറയാനായിട്ട് തുടങ്ങി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പൊ അവരെന്നോട് പറയണം, അച്ഛാ ശരിയാവൂ അച്ഛാ, എനിക്ക് വല്ലാത്ത ഭാരമായി. ഞാൻ ഈ ഞായറാഴ്ച പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ 350 വീട്ടുകാരുള്ള ഇടവകയാണ്. ഞാൻ നോക്കുകയാണ്, ഞാൻ എല്ലാവരും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷെ ഞാൻ നോക്കുന്ന ആരെയാണ്? ഞാൻ ഈ കൊച്ചു നിൽക്കുന്നുണ്ടോ? അവൾ നിൽക്കുന്ന സ്ഥലം എനിക്കറിയാം. ഞാൻ അവിടെ നോക്കുകയാണ്. ഞാൻ ഈ ധൂപക്കുറ്റി വീശി ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഞാൻ നോക്കുകയാണ്, കർത്താവ് ഇന്നും ഇല്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മുട്ടുമേ നിന്നാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഉപവാസം ഈ പെങ്കൊച്ചിന് വേണ്ടിയിട്ടായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ആരാധന ഈ കൊച്ചിന് വേണ്ടിയിട്ടായിരുന്നു. കർത്താവ് ഇടപെടുന്നില്ലല്ലോ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ അവൾക്ക് വരുന്നില്ല. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞ് ഇവൾ വരാൻ തുടങ്ങി. വന്നു കഴിഞ്ഞിട്ട് കുർബാന കഴിഞ്ഞിട്ട് എന്നോട് പറയണം, അച്ഛാ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? നീ ഉറക്കില്ലേ? ഇപ്പോൾ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. കാരണം ഞാൻ കണ്ടു കുർബാനയുടെ മുഴുവൻ സമയം കൊച്ചിരുന്ന് ഉറങ്ങുകയാണ്. മുഴുവൻ സമയം. പ്രസംഗത്തിന്റെ സമയം എല്ലാവരും ഉറങ്ങും സാധാരണ. അന്ന് അവള് കൂടുതലായിട്ട് ഉറങ്ങുന്നത് ഞാൻ കണ്ടു. ഉറങ്ങി വീഴുകയാണ്. അപ്പൊ അവള് പറയണ, അച്ഛാ എനിക്ക് പറ്റുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കണമെന്ന് പറയുമ്പോ ഞാൻ ചോദിക്കണം, എന്ത് സമാധാനം? എന്റെ ജീവിതത്തെ തകർത്തെറിഞ്ഞതാണോ സമാധാനം? ചോദ്യങ്ങളാണ്, ഉത്തരമില്ല. എല്ലാം ചോദ്യങ്ങളാണ്. PSC പരീക്ഷ എല്ലാം ചോദ്യങ്ങളാണ്. അങ്ങനെ അങ്ങോട്ട് ഒന്നിന്മേലൊന്നായിട്ട് ഓരോ മഴത്തുള്ളി ചേർന്ന് മഴയായി മാറുന്നത് പോലെ ചോദ്യങ്ങൾ ഇങ്ങനെ ഈ പെൺകുട്ടിയുടെ ജീവിതത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, ആളുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ അവർക്കും അങ്ങ് നിരാശയ അവസ്ഥ. കാരണം കുറെ നാൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവം ഒരു ഫലം തരുന്നില്ലല്ലോ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, സാരമില്ല. കാരണം എന്റെ മനസ്സിൽ അതിലും വലിയ നിരാശ. കാരണം എനിക്ക് എന്റെ അജപാലന ജീവിതത്തോട് തന്നെ വല്ലാത്തൊരു, കാരണം നമ്മൾ അനേക പള്ളികളിൽ പോയി ധ്യാനിപ്പിക്കുന്നു, അനേക ആളുകളോട് ഇങ്ങനെ പറയുന്നു. പക്ഷെ എന്റെ ഇടവകയിൽ ഒരു കൊച്ചു കാര്യമല്ല, ഇതൊന്നും പരിഹരിക്കാൻ പറ്റാത്തതിന്റെ ഒരു ജാളിത എന്റെ ഹൃദയത്തിലുണ്ട്. മനുഷ്യനല്ലേ, എന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരികയാണ്. ഞാൻ പല സ്ഥലത്ത് പോയി വചനം പറയുമ്പോഴും ഞാൻ പറയാണ്, കർത്താവേ, എന്റെ ഇടവകയിൽ ഒരു പെൺകുട്ടി, അവള് പരിശുദ്ധ കുർബാനയിൽ അങ്ങനെ നിഷേധാർത്ഥത്തിലല്ല, അവള് പറയണത് ഞാൻ എന്തിനാ വരും? ഞാൻ വരുമ്പോ തന്നെ ഉറക്കം വരികയാണ്, എന്റെ മനസ്സിലേക്ക് ഭാരം വരികയാണ്, എനിക്കിതൊരു അനുഭവമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ പോവാണ്, ഞാൻ വീട്ടിൽ ഇരിക്കുകയാണ്. ഞാൻ വെറുതെ വന്ന ദേവാലയത്തിൽ ഒരനാദരവ് സൃഷ്ടിക്കണ്ട. എനിക്ക് ദൈവത്തെ അപമാനിക്കാൻ പറ്റുന്നില്ല. ദൈവത്തോട് ഭയമുണ്ട്, പക്ഷെ എനിക്ക് ദൈവത്തെ അപമാനിക്കാൻ വയ്യാത്തത് കൊണ്ട്
ഐ ആം ലിവിങ്, ഞാൻ പോവുകയാണ്, എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, മോളെ നീ ഇനി വരണ്ട, കാരണം അതിൽ കൂടുതൽ നമ്മളിപ്പോ എന്ത് ചെയ്യാൻ, അവളൊരു സ്വാതന്ത്ര്യമാണ്, ദൈവം ഇടപെടട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോ അവളൊരു ദിവസം എന്നോട് വന്ന് ഇങ്ങനെ ചോദിച്ചു, വിശുദ്ധ കുർബാനയ്ക്ക് വന്നില്ല, അത് കഴിഞ്ഞിട്ട് വന്ന് എന്നോട് വന്ന് ചോദിക്കണം, അച്ഛാ എനിക്ക് അച്ഛനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്, ഒരു വചനം ഞാൻ വായിക്കുകയാണ്, ആ വചനത്തിന്റെ അർത്ഥം അച്ഛനൊന്ന് പറഞ്ഞു തരണം. അപ്പൊ എനിക്കൊരു പേടി, കാരണം ഇവളാണ് ചോദിക്കുന്നത്. മണിക്കൂർ കണക്കിന് ഈ കുട്ടിയോട് ഞാൻ സംസാരിച്ചിട്ടുള്ളതാണ്. ദാനിയേലച്ചൻ അനേകം മണിക്കൂറുകൾ ഈ കൊച്ചിനോട് സംസാരിച്ചിട്ടുള്ളതാണ്. അവളുടെ മനസ്സിലേക്ക് ഒരു ശക്തി, ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഈ കൊച്ചിന് വേണ്ടി. അപ്പൊ അവൾ ഇങ്ങനെ വന്ന് എന്നോടൊരു വചനം ചോദിച്ചു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 7-ഉം 8-ഉം തിരുവചനം. വചനം ഇങ്ങനെയാണ്. അവൾ എന്നോട് ചോദിച്ചു, അച്ഛാ ഈ വചനത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരുമോ? ഞാൻ ബൈബിൾ എടുത്ത് വചനം വായിച്ചു, ഞാൻ ഞെട്ടിപ്പോയി. ഭൂമി വളർന്നു പോയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു, കാരണം എനിക്കതിന് ഉത്തരവില്ല. അവൾ ഇങ്ങനെയാണ് പറഞ്ഞത്, അവളല്ല, വചനം ഇങ്ങനെ വായിക്കുകയാണ്. യെശയ്യാ 54:7, നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും, കോപാധികത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എന്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. ഈ വചനത്തിന്റെ അടിയിൽ ചുമന്ന മഷിക്ക് 4 വരയും വരച്ചിട്ട് എന്നോട് പറയാണ്, അച്ഛാ ഈ വചനത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമോ? എന്താ വചനം? എന്താണ്? നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, കോപാധികത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എന്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. ഞാൻ പറഞ്ഞ മോളെ എനിക്ക് അത്യാവശ്യം തിരക്കുണ്ട്, പോയിട്ട് പിന്നെ വരാന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി. എനിക്കിതിന്റെ അർത്ഥം അറിയാൻ പാടില്ല. ഞാൻ ഇങ്ങനെ പരിശുദ്ധ കുർബാന ഞാൻ പറഞ്ഞു. അവൾ പറഞ്ഞു, അച്ഛാ അധികം ബുദ്ധിമുട്ടുണ്ടോ? ഇതിനൊന്നും അർത്ഥമില്ല അച്ഛാ. അതാണ് എന്നെ വളരെ സങ്കടപ്പെടുത്തിയത്. അവൾ എന്നോട് പറയാണ്, ഇതിനൊന്നും അർത്ഥമില്ല അച്ഛാ. ഇതിനെന്താ അർത്ഥം? എന്റെ ജീവിതമാണ് ഇതിന്റെ അർത്ഥം. കർത്താവ് എന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ ഉപേക്ഷിച്ചു. എന്നെ ഉപേക്ഷിച്ച ഒരാളെ ഞാൻ പിന്നെ എങ്ങനെ സ്നേഹിക്കും? എനിക്ക് പറ്റുന്നില്ല ഈശോയെ സ്നേഹിക്കാൻ. ക്ഷണനേരത്തേക്ക് എന്നിൽ നിന്ന് മുഖം മറച്ചു വെച്ചൊരു ഈശോയുടെ നേരെ നോക്കാൻ എനിക്ക് പറ്റുന്നില്ല അച്ഛാ. അച്ഛൻ പരിശുദ്ധ കുർബാന ഉയർത്തി കൈ ഉയർത്ത് കരയോടിക്കുന്നൊക്കെ പറയുമ്പോ ഞാൻ യാന്ത്രികമായിട്ട് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടി ചെയ്യുന്നത്? അടുത്തിരിക്കുന്ന ആൾക്കൊരു ബുദ്ധിമുട്ട് തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്യുന്നു. പക്ഷെ എന്റെ ഉള്ളിൽ ഒന്നുമില്ല അച്ഛാ, എനിക്കത് അങ്ങോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിനൊന്നും പ്രത്യേകിച്ച് അർത്ഥമില്ല അച്ഛാ. ഇതാണ് എന്റെ ജീവിതമാണ് എന്റെ അർത്ഥം. ശരിയല്ലേ അച്ഛാ? വചനം എന്ത് കൃത്യമാണ്, ഞാൻ വചനത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞു, മോളെ അതല്ല അതിന്റെ അർത്ഥം. 2 ദിവസം കഴിഞ്ഞപ്പോ ഞാൻ ഈ വചനം ഇങ്ങനെ വായിക്കണം. ഞാൻ ഈ അധ്യായം മുഴുവൻ വായിച്ചു. കർത്താവ് അതിന് ഹെഡിങ് നൽകിയിരിക്കുന്ന ആ വചനത്തിന്റെ 54-ാം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ന് കൊടുത്തിരിക്കുന്ന ഹെഡിങ് ഇതാണ്: പുതിയ ജെറുസലേം എന്ന. പുതിയ ജെറുസലേം. ഞാൻ അവളെ ഒരു ദിവസം വിളിച്ചിട്ട് അവളോട് പറഞ്ഞു, നമുക്ക് ആ വചനം മൊത്തം ഒന്ന് വായിച്ചാലോ? കർത്താവ് എന്താ നിന്നോട് പറയുന്നത്? ആ ഒരു അറ്റവും മുറിയും വായിക്കുമ്പോൾ നമുക്കത് നമ്മുടെ സാക്ഷ്യത്തിന്റെ വചനമായി മാറില്ല. അപ്പൊ അവൾ എന്നോട് ചോദിക്കണം, എന്റെ റേമ ഇതാണ്, ദിസ് ഈസ് മൈ റേമ, സാക്ഷ്യത്തിന്റെ വചനം. അപ്പൊ അവൾ എന്നോട് പറയാണ്, അച്ഛാ ഇതാണ് എന്റെ റേമ. ഞാൻ പറഞ്ഞു, അതല്ല, അതിന് പിന്നിൽ ഒരു കാര്യമുണ്ട്. അപ്പൊ ഞാൻ ആ വചനം ഇങ്ങനെ വായിച്ചുകൊണ്ട് വരികയാണ്. ഇവിടെയുള്ളവർ നിങ്ങളും വീട്ടിൽ പോയി വായിക്കണം. നമുക്ക് വലിയ ആശ്വാസം ലഭിക്കുന്ന വചനമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഒരിക്കലും പ്രസവിക്കാത്ത വന്ധ്യയെ പാടിയാർക്കുക, പ്രസവ വേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക. ഏകാകിനിയുടെ മക്കളാണ് ഭർതൃമതികളുടെ മക്കളെക്കാൾ അധികം. നിന്റെ കൂടാരം വിസ്തൃതമാക്കുക, അതിലെ തിരശ്ശീലകൾ വിരിക്കുക, കയറുകൾ ആവുന്നത്ര അയച്ച് നീളം കൂട്ടുക, കുറ്റികൾ ഉറപ്പിക്കുകയും ചെയ്യുക. അടുത്ത വചനം: നീ ഇരുവശത്തേക്കും അതിര് ഭേദിച്ച് വ്യാപിക്കും, നിന്റെ സന്തതികൾ രാജ്യങ്ങൾ കൈവശപ്പെടുത്തുകയും വിജന നഗരങ്ങൾ ജനനിബിഡമാകുകയും ചെയ്യും. 4-ാമത്തെ വചനം മനോഹരമായ വചനമാണ്: ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയുമില്ല. നിന്റെ യൗവനത്തിലെ അപകീർത്തി നീ വിസ്മരിക്കും, വൈദവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയില്ല. നീ വിധവയായി പോയി. എപ്പോഴും പറയുന്നത് ഞാൻ ഇനി ഒരു വിധവയാണല്ലോ എന്നായിരുന്നു. അപ്പൊ കർത്താവ് പറയുകയാണ്, വൈദവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയില്ല, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനോട് പറഞ്ഞു, മോളെ ഇത് ഇത്രയും കർത്താവ് പറഞ്ഞിട്ടുണ്ട്.
വൈദ്യവ്യത്തിലെ നിന്ദനം നീ ഓർക്കുകയില്ല. ആരാണ് നിന്റെ ഭർത്താവ്? നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ. ഭൂമി മുഴുവന്റെയും ദൈവമെന്ന് അവിടുന്ന് വിളിക്കുന്നു. പരിയുക്തിയായ യൗവനത്തിൽ തന്നെ ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെ പോലെ സന്തപ്തഹൃദയായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നു എന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു. ഇത് വായിച്ചിട്ട് പൊന്നുമോളെ നീ താഴോട്ട് വായിക്കുക. നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ ഉറച്ചു വെച്ചു, അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ ചെയ്യും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. ഞാൻ പറയുകയാണ് പ്രിയമുള്ളവരെ. എന്നിട്ട് ഇവള് പിന്നീട് പറഞ്ഞെന്താണെന്നറിയാമോ? പിന്നീട് അവളുടെ സങ്കടം, അവളുടെ മക്കളെ എങ്ങനെയൊക്കെ വളർത്തും, മക്കളൊക്കെ പഠിപ്പിക്കുവോ, അവരുടെ ജീവിതം എന്തായി മാറുമെന്നൊക്കെ ആയിരുന്നു ആ പെൺകുട്ടി, വിധവയായി പോയ പെൺകുട്ടിയുടെ സങ്കടം. അപ്പൊ അവളോട് വീണ്ടും അതേ അധ്യായത്തിൽ തന്നെ അടുത്ത വചനം പറയുകയാണ്, യെശയ്യാ 54:13, കർത്താവ് നിന്റെ മക്കളെ പഠിപ്പിക്കും, അവർ ശ്രേയസ്സാർജിക്കും. എന്താണ് വചനം? കർത്താവ് നിന്റെ മക്കളെ പഠിപ്പിക്കും. നീയാണ് ട്യൂഷൻ കൊടുക്കുന്നതെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിചാരിക്കരുത്. ആരാണ് പഠിപ്പിക്കുന്നത്? കർത്താവാണ്. അപ്പൊ അതുകൊണ്ട് കർത്താവ് നിന്റെ കുടുംബത്തെ ഏറ്റെടുത്തു. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതി ഒട്ടിക്കുന്നത്, കർത്താവ് ഈ വീടിന്റെ നായകൻ, കർത്താവാണ് ഈ കുടുംബത്തിന്റെ നായകൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധ കുർബാനയുടെ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾ ഈ കാര്യം വെച്ച് പ്രാർത്ഥിക്കണം, കർത്താവേ നീയാണ് എന്റെ കുടുംബത്തിന്റെ നായകൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ.